അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ അഭിമന്യരായ KICRലെ പ്രിയപ്പെട്ട ഉസ്താദുമാർ, പ്രിയ സുഹൃത്തുക്കൾ, റേഡിയോ വഴിയും മറ്റും ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പറയാനും നല്ലത് കേൾക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമ്മെയും വേണ്ടപ്പെട്ടവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നന്മയിലൂടെ ജീവിച്ച് നന്മയുടെ വക്താക്കളോടൊപ്പം നാളെ ഒരുമിച്ച് കൂടാൻ നമ്മയും അർഹിക്കാവട്ടെ. അവരുടെ ദുൽദുൽ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഒന്ന് ടെക്സ്റ്റ് ചെയ്യണം. അബ്ദുള്ള 9070. ബഹുമാനപ്പെട്ട അബ്ദുള്ള തോട്ടക്കാടിന് പേജ് ഓർമ്മയുണ്ടോന്നറിയില്ല, കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ല എന്നാണ് എന്റെ ഓർമ്മ. ഏതായാലും ഒന്ന് ഉള്ള സഹോദരങ്ങൾ ആരെങ്കിലും ടെക്സ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ്. എന്നാൽ പെട്ടെന്ന് ക്ലാസ്സിലേക്ക് കയറാം. വിഷയം ഓർമ്മയുണ്ടാകും. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം കുളിയാണ്. കുളിയെക്കുറിച്ചും കുളി നിർബന്ധമാകുന്ന കാരണങ്ങൾ ഇത്രയാണെന്നും പറഞ്ഞുകൊണ്ടിരുന്നു. ഇനി കുളി ഇനി തുടങ്ങേണ്ടത് അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ്. കുളി നിർബന്ധമാകുന്ന ഒന്നാമത്തെ കാരണം അത് മനിയ് പുറപ്പെടലാണ്. മനിയിന്റെ പ്രത്യേകതയും മനിയാണോ മതിയാണോ എന്ന് തിരിച്ചറിയാതിരുന്നാൽ എന്ത് ചെയ്യാമെന്നൊക്കെ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ വന്നു. സാന്ദർഭികമായി ചോദിക്കുകയാണ്, മനിയോ മതിയോ എന്ന് സംശയിച്ചാൽ എന്ത് ചെയ്യണം എന്നതാണ് ചോദ്യം. മനിയാണോ മതിയാണോ എന്ന് സംശയം വന്നാൽ അവിടെ എന്ത് തീരുമാനിക്കണമെന്നാണ്. മനിയെന്ന് തീരുമാനിക്കണമോ മതിയെന്ന് തീരുമാനിക്കണമോ എന്നതാണ് ചോദ്യം. ഉത്തരം ടെക്സ്റ്റ് ചെയ്യാവുന്നതുമാണ്. ഉത്തരം ടെക്സ്റ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. അബ്ദുള്ള 9070 ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ദുൽദുല് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. മറ്റു സുഹൃത്തുക്കൾ, ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തണം, ടെക്സ്റ്റ് ചെയ്യണമെന്നാണ് പറയാനുള്ളത്. മൂന്നാമത്തെ ഒരു സുഹൃത്തും MK ഷാജിദ് അയ്യായ. കൂടുതലൊന്നും ഞാൻ കേട്ടുപരിചയമില്ലാത്തൊരു ഐഡിയ ആണ്. ഒരുപക്ഷെ സ്ഥിരം മെമ്പേഴ്സ് ആയിരിക്കാം, ഞാൻ കണ്ടിട്ടില്ല എന്നൊരു കുഴപ്പമാവാം. ഏതായാലും സഹോദരനും ഒരു മറുപടി തന്നിട്ടുണ്ട്. മറ്റു ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളോടും ആവശ്യപ്പെടുകയാണ്, ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാം. മനിയാണോ മതിയാണോ എന്ന് സംശയിച്ചാൽ എന്ത് തീരുമാനിക്കണം? മനിയാണെന്നോ തീരുമാനിക്കേണ്ടത് മതിയാണെന്നാണോ തീരുമാനിക്കേണ്ടത് എന്നാണ്. മനിയാണെന്ന് തീരുമാനിച്ചാൽ കുളിക്കണം, മതിയാണെന്ന് തീരുമാനിച്ചാൽ കഴുകിയാൽ മതി, വുളു എടുത്താലും മതി. എന്താണ് തീരുമാനിക്കേണ്ടത് എന്നാണ് എന്റെ ചോദ്യം. 3 പേര് ഉത്തരം ഇവിടെ ഒരു ഉത്തരം ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. ഉത്തരം അത് ശരിയോ തെറ്റിയോ എന്ന് പറയുന്നതിന് മുമ്പ് മറ്റു സഹോദരങ്ങൾക്ക് കൂടി ടെക്സ്റ്റ് ചെയ്യാൻ സമയം അനുഭവിക്കുന്നു. ഏതായാലും തുടരാം അല്ലെ, സമയം നഷ്ടപ്പെടേണ്ട. മറ്റു സഹോദരങ്ങൾക്ക് ഒരു പക്ഷേ തിരക്കുള്ളവരോ മറ്റോ ആയിരിക്കാം. ഏതായാലും 3 പേരും കൊണ്ടുവന്നത് വളരെ വ്യക്തമായ ഉത്തരമാണ്. 3 പേരും പറഞ്ഞത് ഇഷ്ടമുള്ളത് തീരുമാനിക്കാം അല്ലെ.
ഒരാൾ ഇഷ്ടമുള്ളത് തീരുമാനിക്കാം, വാസന കൊണ്ട് ടെസ്റ്റ് ചെയ്യാം. അതെല്ലാം ടെസ്റ്റിനൊന്നും നടക്കാതിരിക്കുമ്പോഴാണ് പ്രശ്നം. എം.കെ. ഷാജിദ് അയ്യായ നിങ്ങൾ ആദ്യം പറഞ്ഞ ഉത്തരമാണ് ശരി. കാരണം സംശയം വരുന്നത് ഒന്നും തീരുമാനമാകാതിരിക്കുന്നതുകൊണ്ടാണ്. ഈ പറഞ്ഞ പ്രത്യേകതകളൊന്നും കാണാത്തതുകൊണ്ടാണ് സംശയം വരുന്നത്. അപ്പോൾ രണ്ടും തീരുമാനിക്കാം, ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാം എന്നതാണ് ബഹുമാനപ്പെട്ടവർ നേരത്തെ പറഞ്ഞത്. അത് തന്നെയാണ് എല്ലാ സുഹൃത്തുക്കളും ഉത്തരം നൽകിയിട്ടുമുള്ളത്. ഏതായാലും നമുക്ക് ക്ലാസ്സിലേക്ക് ആരംഭിക്കാം. വലൗ റആ മനിയൻ മുജഫഫൻ, ഒരു ഉണങ്ങിയ മനിയ് ഒരാൾ കണ്ടാൽ, ഫീ നഹ്വി സൗബിഹി, തന്റെ വസ്ത്രം പോലോത്തതിൽ, അവന്റെ വസ്ത്രം പോലോത്തതിൽ, വസ്ത്രത്തിലോ വിരിപ്പിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള തന്റെ വസ്ത്രം പോലോത്തതിൽ ഒരു ഉണങ്ങിയ മനിയ് കണ്ടാൽ, ലസിമഹുൽ ഗുസ്ലു, അവന് കുളി നിർബന്ധമാണ്. കാരണം അത് അവന്റെ വസ്ത്രം, അവന്റെ വസ്ത്രത്തിൽ കണ്ടാൽ അവൻ കുളിക്കൽ നിർബന്ധമാണ്. മനിയ് വന്നത് ഓർമ്മയില്ല, അങ്ങൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കുളിച്ചോളണം. ഇആദത്തു കുല്ലി സ്വലാത്തിൻ, ഓരോ നമസ്കാരവും മടക്കണം. എങ്ങനെയുള്ള നമസ്കാരം? തയക്കനഹ, ആ നമസ്കാരം ഉറപ്പാണ്. ബാദഹു, ഈ മനിയിന് ശേഷമാണ്. മനിയിന് ശേഷമാണെന്ന് ഉറപ്പുള്ള നിസ്കാരം മടക്കണം. ഉദാഹരണത്തിന് ഇന്നലെ രാത്രി ഉറങ്ങി, അങ്ങനെ ഇന്നലെ രാത്രി ഉറങ്ങിയ ഡ്രസ്സിൽ ഇന്ന് രാത്രി ഉറങ്ങാൻ നോക്കുമ്പോഴാണ് ഒരു ഉണങ്ങിയ മനിയ് കാണുന്നത്. ഇത് ഞാനല്ലാത്ത മറ്റൊരാളും ഈ ഡ്രസ്സ് ധരിച്ചിട്ടുമില്ല എങ്കിൽ ഇന്ന് രാത്രി കാണുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇന്ന് രാവിലെകളിലൊന്നും ആ ഡ്രസ്സ് ഞാൻ ധരിച്ചിട്ടുമില്ല, ഉറങ്ങിയിട്ടുമില്ല. എങ്കിൽ ഉറപ്പാണ് ഇന്നലെ രാത്രിക്ക് ശേഷമുണ്ടായ 5 വക്ത് നിസ്കാരവും ഖളാ കിട്ടണം. അതാണ് ഉറപ്പുള്ളത്, മടക്കണം. ഒരുപക്ഷെ അത് മിനിഞ്ഞാന്നാവാം, ഇന്നലെ ശ്രദ്ധിക്കാതെ പോയതുമാവാം. പക്ഷെ അത് കുഴപ്പമില്ല, കാരണം ഉറപ്പില്ല. ഉറപ്പുള്ള നിസ്കാരം മുഴുവൻ മടക്കണം. ഇആദത്തു കുല്ലി സ്വലാത്തിൻ, നമസ്കാരം മുഴുവൻ മടക്കലും നിർബന്ധമാണ്. എങ്ങനെയുള്ള നമസ്കാരം? തയക്കനഹ, ആ നമസ്കാരത്തെ അവൻ ഉറപ്പിച്ചിട്ടുണ്ട്. ബഅദഹു, മനിയിന് ശേഷമാണെന്ന്. മാലം യഹ്തമിൽ ആദത്തൻ, സാധാരണയിൽ സാധ്യതയില്ലാത്ത കാലത്തോളം, കൗനുഹു മിൻ ഗൈരിഹി, ആ മനിയ മറ്റൊരാളിൽ നിന്നാവൽ. അതേസമയം ഞാൻ ധരിച്ചു, അതോടൊപ്പം മറ്റു പലരും, ചിലപ്പോൾ ഞാനും ഞങ്ങളൊക്കെ പരസ്പരം ഡ്രസ്സ് മാറി ധരിക്കുന്നവരാണ്. അങ്ങനെ ഡ്രസ്സ് മാറി മറ്റോന്റേതാവാൻ സാധ്യതയുണ്ട് എങ്കിൽ കുഴപ്പമില്ല. അതേസമയത്ത് ഞാൻ മാത്രം ധരിക്കുന്ന ഡ്രസ്സിൽ എന്റെ അറിവും എന്റെ ബോധവും ഇല്ലാതെ മനിയ് പിന്നീട് കാണുകയാണെങ്കിൽ പോലും അപ്പോൾ ഞാൻ ഉറപ്പുള്ള നിസ്കാരം ഖളാ വീട്ടുകയും കുളിക്കുകയും ചെയ്യൽ നിർബന്ധമാണ് എന്നതാണ് പറഞ്ഞു വരുന്ന വിഷയം. വലൗ റആ മനിയൻ മുജഫഫൻ, ഒരു ഉണങ്ങിയ മനിയിനെ ഒരാൾ കണ്ടാൽ, ഫീ നഹ്വി സൗബിഹി, അവന്റെ വസ്ത്രം പോലോത്തതിൽ കണ്ടാൽ, ലസിമഹുൽ ഗുസ്ലു, കുളി അവന് നിർബന്ധമാണ്. വഇആദത്തു കുല്ലി സ്വലാത്തിൻ, നമസ്കാരം മുഴുവൻ മടക്കലും നിർബന്ധമാണ്. എങ്ങനെയുള്ള നമസ്കാരം? തയക്കനഹ, ആ നമസ്കാരത്തെ അവൻ ഉറപ്പിച്ചിരിക്കുന്നു. ബഅദഹു, മനിയിന് ശേഷമാണെന്ന്. മാലം യഹ്തമിൽ ആദത്തൻ, സാധാരണയിൽ സാധ്യതയില്ലാത്ത കാലത്തോളം അവൻ നിസ്കരിക്കണം, മടക്കണം. കൗനുഹു ബിൻ ഗൈരിഹി, ആ മനിയ് മറ്റൊരാളിൽ നിന്ന് ആവൽ സാധ്യതയില്ലാത്ത കാലത്തോളം, മറ്റൊരാളിൽ നിന്ന് ആവാൻ സാധ്യതയുണ്ടെങ്കിൽ ഇവൻ നിസ്കരിക്കൽ നിർബന്ധമില്ല, കുളിക്കൽ നിർബന്ധമില്ല. ഏതായാലും കുളിയുടെ നിർബന്ധമാക്കുന്ന കാര്യങ്ങൾ എത്രയാണെന്ന് ഓർമ്മയുണ്ടാവും. എത്രയാ കുളി നിർബന്ധമാക്കുന്ന കാര്യങ്ങൾ? ഫത്ഹുൽ മുഈൻ പറഞ്ഞത് എത്രയാണെന്നാണ് ചോദ്യം. അങ്ങനെ നമ്മൾ ഫത്ഹുൽ മുഈൻ പറഞ്ഞിട്ടുണ്ട്. ഫത്ഹുൽ മുഈൻ കുളി നിർബന്ധമാക്കുന്ന കാര്യങ്ങൾ എത്രയാ പറഞ്ഞത്? മറ്റു കിതാബുകളിൽ നിന്നും മറ്റൊക്കെ നമ്മൾ വ്യത്യസ്തമായി മനസ്സിലാക്കിയിട്ടുണ്ടാവാം. ഫത്ഹുൽ മുഈൻ പറഞ്ഞ കുളി നിർബന്ധമാക്കുന്ന കാര്യങ്ങൾ എത്ര എന്നാണ് ചോദ്യം. ഒന്ന് ടെക്സ്റ്റ് ചെയ്യാം. കുളി നിർബന്ധമാക്കുന്ന കാര്യം എത്ര, അതിൽ എത്രാമത്തേതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയാണ് ആ ചോദ്യം ചോദിക്കുന്നത്. കുളി നിർബന്ധമാക്കുന്ന കാര്യം ഒന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ സുഹൃത്തുക്കളെ. 5 5 5 5. ബഹുമാനപ്പെട്ട ദുൽദുൽ കഴിഞ്ഞ പാഠം ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. മറ്റ് സുഹൃത്തുക്കൾ കഴിഞ്ഞ ക്ലാസ്സിലുള്ളതായി ഞാൻ ഓർക്കുന്നില്ല. ഏതായാലും ഫത്ഹുൽ മുഈൻ പറഞ്ഞത്, ഞാൻ അങ്ങനെ തന്നെ ചോദിച്ചത് പല ഉത്തരവും ഉള്ളതുകൊണ്ടാണ്. ഫത്ഹുൽ മുഈൻ പറഞ്ഞത് ഒന്നുകൂടി ശ്രദ്ധാപൂർവം കഴിഞ്ഞ ഭാഗം നോക്കിയാൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ടൊന്നുകൂടി ടെക്സ്റ്റ് ചെയ്യാം.
2 ശരിയല്ല. കുളി നിർബന്ധമാക്കുന്ന കാര്യം ഫത്ഹുൽ മുഈൻ എത്ര പറഞ്ഞു എന്നതാണ് ചോദ്യം. ഫത്ഹുൽ മുഈൻ അങ്ങനെ തന്നെ ഇത്ര എണ്ണം എന്ന് പറഞ്ഞിട്ട് തന്നെ ആമുഖമായി പറഞ്ഞു. ശേഷമാണ് വിഷയത്തിലേക്ക് കടന്നിട്ടുള്ളത്. അതിൽ 1 നമ്മൾ പറഞ്ഞു മനിയ് പുറപ്പെടലാണ്. എത്ര ഉണ്ടെന്നും തിരിഞ്ഞാലല്ലേ ഇത് എത്രാമത്തെയാണ് നമുക്ക് തീരുമാനിക്കാൻ പറ്റൂ. ബഹുമാനപ്പെട്ട അതെ തൂലികൽ KVR എന്ന സഹോദരൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട് 4 ശരിയാണ്. ദുൽദുലും ഇപ്പോൾ ടെക്സ്റ്റ് ചെയ്ത് കാണുന്നു 4 ശരി. അപ്പൊ 4 എണ്ണത്തിൽ 1 പറഞ്ഞു. 2 വസാനീഹ രണ്ടാമത്തെ കുളി നിർബന്ധമാകുന്ന കാര്യങ്ങളിൽ നിന്ന് രണ്ടാമത്തേത് ദുഖൂലു ഹസ്ഫത്തിൻ ലിംഗത്തിന്റെ അഗ്രം പ്രവേശിക്കലാണ്. ഹസ്ഫ കടക്കല. ഔ കദിരിഹ അല്ലെങ്കിൽ ലിംഗം കടക്കണമെന്നില്ല, ലിംഗത്തിന്റെ ലിംഗാഗ്രത്തിന്റെ അളവ് കടക്കലാണ്. മിൻ ഫാഖിദിഹ ഹസ്ഫ ഇല്ലാത്തവനിൽ. ഒരാൾക്ക് ഹസ്ഫ ഇല്ലെങ്കിൽ ഹസ്ഫയുടെ കതിർ പ്രവേശിച്ചാലും കുളി നിർബന്ധമാകും. വലൗന കാനത്ത് ആ ഹസ്ഫ ആണെങ്കിലും മിൻ ദക്കരിൻ മഖ്തൂഇൻ ഒരു മുറിക്കപ്പെട്ട ദക്കരിൽ നിന്നാണെങ്കിലും, മുറിക്കപ്പെട്ട ഒരു പുരുഷലിംഗത്തിൽ നിന്നുള്ള ഹസ്ഫയാണ് പ്രവേശിച്ചതെങ്കിലും കുളി നിർബന്ധമാകും. ഔ മിൻ ബഹീമത്തിൻ അല്ലെങ്കിൽ മൃഗത്തിൽ നിന്നുള്ള ഒരു മൃഗത്തിന്റെ ലിംഗത്തിന്റെ അഗ്രമാണ് പ്രവേശിപ്പിച്ചത് എങ്കിലും കുളി നിർബന്ധമാകും. ഔ മയ്യത്തിൻ അല്ലെങ്കിൽ മരിച്ചു കിടക്കുന്ന ഒരാളുടെ ലിംഗാഗ്രമാണ് പ്രവേശിപ്പിച്ചത് എങ്കിലും കുളി നിർബന്ധമാകും. എവിടെ പ്രവേശിപ്പിച്ചു? ഫർജൻ ഗുഹ്യഭാഗത്ത് പ്രവേശിപ്പിച്ചു. അതായത് ഐ ഖുബുലൻ ഔ ദുബുറൻ മുൻദ്വാരത്തിലോ പിൻദ്വാരത്തിലോ പ്രവേശിപ്പിച്ചാൽ കുളി നിർബന്ധമാകുന്നതാണ്. വലൗലി ബഹീമത്തിൻ അത് ഒരു മൃഗത്തിനുള്ളതാണെങ്കിലും ശരി, ഒരു മൃഗത്തിന്റെ ഗുഹ്യസ്ഥാനത്താണ് ലിംഗത്തിന്റെ അഗ്രം പ്രവേശിപ്പിച്ചത് എങ്കിലും കുളി നിർബന്ധമാണ്. കസമക്കത്തിൻ മത്സ്യം പോലെ ഒരു മത്സ്യത്തിന്റെ ഗുഹ്യഭാഗത്ത് ഒരു ലിംഗത്തിന്റെ അഗ്രം പ്രവേശിപ്പിച്ചാൽ കുളി നിർബന്ധമാണ്. ഔ മയ്യത്തിൽ നിന്നാണെങ്കിലും, മയ്യത്തിനെ വ്യഭിചരിച്ച നാടാണ് നമ്മുടെ നാട്. അപ്പൊ സ്വാഭാവിക ഉത്തരം ശരിയാണ്. മയ്യത്തിനെ വ്യഭിചരിച്ചാലും കുളി നിർബന്ധമാകും. വലാ യുആദു ഗുസ്ലുഹു എന്നാൽ മയ്യത്തിന്റെ കുളി മടക്കേണ്ടതില്ല. ലിൻഖിതാഇ തക്ലീഫിഹി അവന്റെ തക്ലീഫ് മുറിഞ്ഞതുകൊണ്ട്. കുളിപ്പിച്ച് കിടത്തിയ മയ്യത്തിനെ വ്യഭിചരിച്ചാൽ ആ മയ്യത്തിന്റെ കുളി മടക്കേണ്ടതില്ല. കാരണം മയ്യത്തിന്റെ തക്ലീഫ് മുറിഞ്ഞു, അവനിപ്പോൾ മുക്കല്ലഫല്ല, അവൻ മരിച്ചു കഴിഞ്ഞു, ഇനി പ്രത്യേകിച്ച് കൽപ്പനകൾ അവനോടില്ല. അതുകൊണ്ട് വലാ യുആദു ഗുസ്ലുഹു മയ്യത്തിന്റെ കുളി മടക്കപ്പെടേണ്ടതില്ല. ലിൻഖിതാഇ തക്ലീഫിഹി അവന്റെ തക്ലീഫ് മുറിഞ്ഞതുകൊണ്ട്, തീർന്നതുകൊണ്ട്. വസാലിസുഹ കുളി നിർബന്ധമാക്കുന്ന 4 കാര്യങ്ങളിൽ നിന്ന് മൂന്നാമത്തേത് ഹൈലാകുന്നു. ഹൈല് രക്തം വന്നാൽ കുളി നിർബന്ധമല്ല. ഹൈല് രക്തം മുറിയല. ഹൈല് രക്തം കാരണമാണ് കുളി നിർബന്ധമാകുന്നത്. പക്ഷെ കുളി നിർബന്ധമാകുന്നത് ഹൈല് രക്തം മുറിയുമ്പോഴാണ്. ഹൈല് രക്തം മുറിയലാകുന്നു. വഹുവ ഈ ഹൈല് എന്ന് പറഞ്ഞാൽ ദമുൻ അതൊരു രക്തമാണ്. യഖ്റുജു മിൻ അഖ്സാ റഹ്മിൽ മർഅതി പെണ്ണിന്റെ ഗർഭാശയത്തിന്റെ അങ്ങേത്തല്ലിൽ നിന്ന് പുറപ്പെടുന്ന രക്തം. ദമുൻ ഒരു രക്തമാണ്. യഖ്റുജു അത് പുറപ്പെടും. മിൻ അഖ്സാ റഹ്മിൽ മർഅതി പെണ്ണിന്റെ ഗർഭാശയത്തിന്റെ അങ്ങേ അറ്റത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തം. ഫി ഔഖാത്തി മഖ്സൂസ ഏത് സന്ദർഭങ്ങളിൽ വന്നാലും ഹൈലാവില്ല. ചില പ്രത്യേക സമയങ്ങളിൽ, ചില പ്രത്യേകമായ നിശ്ചിത സമയങ്ങളിൽ പെണ്ണിന്റെ ഗർഭാശയത്തിന്റെ അങ്ങേ ഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന രക്തമാണ് ഹൈല്. അഖല്ലു സിന്നിഹി ഒരു ഹൈൽ ഉണ്ടാകുന്നതിൽ ഏറ്റവും ചെറിയ പ്രായം, ഹൈലുണ്ടാകാവുന്ന ഏറ്റവും ഒരു പ്രായം തിസ്ഉ സിനീന 9 വയസ്സാണ്. ഖമരിയത്തിൽ ചന്ദ്രവർഷപ്രകാരമുള്ള 9 വയസ്സ്. ചന്ദ്രവർഷപ്രകാരമാകുമ്പോൾ സത്യത്തിൽ നമ്മുടെ ഇംഗ്ലീഷ് മാസപ്രകാരം ഒരു പെണ്ണിന് 9 വയസ്സ് തികയുന്നതിന്റെ 3 മാസം മുമ്പേ ഖമരിയായ പ്രകാരം ഏകദേശം പെണ്ണിന് 9 വയസ്സ് പൂർത്തിയാകും. മാർച്ചിൽ ഏപ്രിൽ 1 ജനിച്ച പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ജനുവരി 1 സമീപമാകുമ്പോഴേക്ക് അറബ് മാസപ്രകാരം അവൾക്ക് 9 വയസ്സ് തികയും. അത് മതി. അഖല്ലു സിന്നിഹി ഹൈദുണ്ടാകുന്നതിൽ ഏറ്റവും ചുരുങ്ങിയ വയസ്സ് തിസ്ഉ സിനീന ഖമരിയത്തിന് ചാന്ദ്രവർഷപ്രകാരമുള്ള 9 വയസ്സാകുന്നു. ഐ ഇസ്തിക്മാലുഹ ഈ 9 പൂർത്തിയാവലാണ്.
9 പൂർത്തിയാവണം. 9 പൂർത്തിയാവുക എന്ന് പറഞ്ഞാൽ 9 പൂർത്തിയാകുന്നതിന് 15 ദിവസത്തിന് മുമ്പ് കണ്ടാൽ അതും വേണമെങ്കിൽ ഹൈദായി പരിഗണിക്കാം. നഅം, എങ്കിലും 9 പൂർത്തിയാവുക എന്ന് കേൾക്കുമ്പോൾ 9 കൃത്യമായ പൂർത്തിയാവണം എന്നില്ല. നഅം, എങ്കിലും ഇൻ റഅത്തുഹു ഖബല തമാമിഹ, 9 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് ഒരു പെണ്ണ് രക്തം കണ്ടാൽ, എത്ര പൂർത്തിയാകുന്നതിന് എത്ര ദിവസമേ ഉള്ളൂ? ബിദൂനി 16 യൗമൻ, 16 ദിവസത്തിൽ താഴെയുള്ളതുകൊണ്ട്, 16 ദിവസത്തിൽ താഴെയുള്ളതുകൊണ്ട് ഒരു 9 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ 9 വയസ്സ് പൂർത്തിയാവാൻ 15 ദിവസമുള്ള സന്ദർഭത്തിൽ ഹൈദ് കണ്ടാൽ, അല്ലെങ്കിൽ 14 ദിവസമുള്ള സന്ദർഭത്തിൽ കണ്ടാൽ ഫഹുവ ഹൈദുൻ, അതും ഹൈദ് തന്നെയാണ്. കാരണം 9 കരകരച്ചു പൂർത്തിയാവണമെന്നില്ല. 10-15 ദിവസം, 15 ദിവസം നമുക്ക് ഇളവുണ്ട്. 15 ദിവസത്തിന് മുമ്പായിട്ട് കണ്ടാലും ഹൈദ് തന്നെയാണ്. നഅം, എങ്കിലും ഇൻ റഅത്തുഹു, ഒരു പെണ്ണ് രക്തം കണ്ടാൽ ഖബല തമാമിഹ, 9 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ്, എത്ര പൂർത്തിയാകുന്നതിന്? ബിദൂനി 16 യൗമൻ, 16 ദിവസത്തിൽ താഴെയുള്ളത് കൊണ്ട് പൂർത്തിയാകുന്നതിന് മുമ്പ് കണ്ടാൽ ഫഹുവ ഹൈദുൻ, അതും ഹൈദ് തന്നെയാണ്. ഇനി ഒരു ഹൈദ് ഉണ്ടാകുന്നതിൽ ഏറ്റവും ചുരുങ്ങി ഒരു സമയത്ത് ഹൈദ് പുറപ്പെട്ടാൽ ഏറ്റവും ചുരുങ്ങിയത് എത്ര നിമിഷം വേണം, എത്ര സമയം വേണം? വ അഖല്ലുഹു, ഹൈദിൽ ഏറ്റവും ചുരുങ്ങിയ ദിവസം, ഏറ്റവും ചുരുങ്ങിയ കാലാവധി, ഹൈദ് ഉണ്ടാകുന്ന കാലാവധിയാണ് 9 മാസം, 9 വയസ്സ്. എന്നാൽ വ അഖല്ലുഹു, ഹൈദ് തുടങ്ങിയാൽ ഏറ്റവും ചുരുങ്ങിയത്, ഹൈദ് ഉണ്ടാകുന്ന സമയത്തിൽ ഏറ്റവും ചുരുങ്ങിയത് യൗമുൻ വലൈലത്തുൻ, ഒരു രാവും ഒരു പകലുമാണ്. രാവും പകലും ചേർന്ന 24 മണിക്കൂർ എന്നർത്ഥം. ഒരു 24 മണിക്കൂറെങ്കിലും പൂർണ്ണമായും ഹൈദ് ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ഗുഹ്യഭാഗത്തേക്ക് പരുത്തിയോ പന്നിയോ മറ്റോ പ്രവേശിപ്പിച്ചാൽ രക്തം നനയുമാറ് ഒരു ദിവസം മുഴുവൻ ഉണ്ടാവണം, അല്ലെങ്കിൽ 24 മണിക്കൂർ എന്തായാലും ഉണ്ടാവണം. അക്സറുഹു, ഹൈദിൽ ഏറ്റവും അധികരിച്ചത് ഒരു കാലാവധിയിലെ ഹൈദ് കൂടിയാൽ എത്ര വരെ പോകാം? അത് 15 യൗമൻ, അത് 15 ദിവസം. 15 ദിവസത്തിനേക്കാൾ ഹൈദ് കൂടാൻ പാടില്ല. ഏതുപോലെ തന്നെ കാക്കല്ല് തുഹരിം ബൈനൽ ഹൈലത്തൈനി, 2 ഹൈദിന്റെ ഇടയിലുള്ള ഏറ്റവും ചുരുങ്ങിയ ശുദ്ധി പോലെ എന്ന് പറഞ്ഞാൽ ഒരു ഹൈദ് ഉണ്ടായി അടുത്ത ഹൈദ് ഉണ്ടാവണമെങ്കിൽ ഇതിനിടയിലും 15 ദിവസം വേണം. ഒരു ഹൈദ് മുറിഞ്ഞു അടുത്ത ഹൈദ് ഉണ്ടാവണമെങ്കിലും 15 ദിവസം വേണം. എന്നതുപോലെ തന്നെ ഒരു ഹൈദ് കൂടിയാൽ ഉണ്ടാകാവുന്നത് 15 ദിവസം മാത്രമാണ്. വയഹ്റുമു ബിൽ ഹൈളി, വയഹ്റുമു ബിഹി അല്ല, ഓക്കെ, വയഹ്റുമു ബിഹി, ഈ ഹൈള് കൊണ്ട് ഹറാമാകും. മാ യഹ്റുമു ബിൽ ജനാബത്തി, ജനാബത്ത് കൊണ്ട് ഹറാമാകുന്ന കാര്യം ഹൈള് കൊണ്ട് ഹറാമാകും. ജനാബത്ത് കൊണ്ട് ഹറാമാകുന്ന എല്ലാ കാര്യവും ഹൈള് കൊണ്ട് ഹറാമാകും. ഉദാഹരണത്തിന് ജനാബത്ത് കൊണ്ട് ഹറാമാകുന്നതാണ് ഖുർആൻ പാരായണം ചെയ്യൽ, ഖുർആൻ പാരായണം ചെയ്യൽ, പള്ളിയിൽ താമസിക്കൽ, ഇതൊക്കെയും ഹൈദ് കൊണ്ടും ഹറാമാകും. അത് മാത്രമല്ല വ മുബാശറത്തു മാ ബൈന സുറത്തിഹാ വ റുക്ബത്തിഹാ, പെണ്ണിന്റെ മുട്ടിന്റെയും പൊക്കിളിന്റെയും ഇടയിലുള്ള ഒരു ഭാഗത്തോട് മറയില്ലാതെ ചേരലും ഹറാമാണ്, സ്പർശിക്കലും ചേരലും ഹറാമാണ്. വ മുബാശറത്തു മാ ബൈന സുറത്തിഹാ വ റുക്ബത്തിഹാ, മുട്ടിന്റെയും പൊക്കിളിന്റെയും ഇടയിലുള്ള ഒരു സ്ഥലത്തോട് ഒരു സ്ഥലത്തെ സ്പർശിക്കലും ചേരലും ഹറാമാണ്. വഖീല, അക്കല്ലു തുഹറ് ഒന്നുകൂടി വിശദീകരിക്കാമോ? വിശദീകരിക്കണം അല്ലെ? അതായത് അക്കല്ലു തുഹർ എന്ന് പറയും, അക്കല്ലു തുഹറാണ്, അക്കല്ലു തുഹറാണ് അല്ലെ. അക്കല്ലു തുഹരിൻ ബൈനൽ ഹൈളത്തൈനി, 2 ഹൈളിന്റെ ഇടയിലുള്ള ഏറ്റവും ചുരുങ്ങിയ ശുദ്ധി പോലെ എന്ന് പറഞ്ഞാൽ ഒരു ഹൈള് മുറിഞ്ഞ് അടുത്ത ഹൈള് ഉണ്ടാവണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 15 ദിവസം കടന്നിരിക്കണം. ഒരു ഹൈള് നിന്നത് ശഅബാൻ 10-നാണെന്ന് കരുതുക, എങ്കിൽ ആ ഹൈള് മുറിഞ്ഞ് ഇനി അടുത്ത ഹൈള് ഉണ്ടാവണമെങ്കിൽ ശഅബാൻ 25 കഴിയണം. കാരണം 10ഉം 15 ദിവസം ഡിഫറൻസ് ഉണ്ടായിരിക്കണം. ഒരു ഹൈള് ഉണ്ടായതിനു ശേഷം അടുത്ത ഹൈദ് ഉണ്ടാവണമെങ്കിൽ എന്നല്ല, ഹൈദ് മുറിഞ്ഞതിന് ശേഷം അങ്ങനെ തന്നെ വിലയിരുത്തണം. കാരണം അതാണല്ലോ ഹൈദിന്റെ ടൈം. ഒരു ഹൈദ് മുറിഞ്ഞു അടുത്ത ഹൈദ് ഉണ്ടാവണമെങ്കിൽ 15 ദിവസം ഡിഫറൻസ് ഉണ്ടാവണം, എങ്കിലേ അടുത്തത് ഹൈദായി പരിഗണിക്കൂ. അതാണ് അക്കല്ല് തുഹരിൻ ബൈനൽ ഹൈദത്തെ.
അതേസമയം ഒരു ഹൈദ് മുറിഞ്ഞിട്ട് എത്ര ദിവസവും വേണമെങ്കിൽ 15 അല്ല, ഒരു മാസമല്ല, ഒരു 4 കൊല്ലം വരെ വേണമെങ്കിൽ ഹൈദ് ഇല്ലാതെ തുടരാം. അതിന് കുഴപ്പമില്ല. ഒരു ഹൈദ് മുറിഞ്ഞ് അടുത്ത ഹൈദ് ഉണ്ടാവണമെങ്കിൽ ചുരുങ്ങിയത് 15 ദിവസം വേണം. ഒരു ഹൈദ് കൂടിയാലും 15 ദിവസമേ ഉണ്ടാകാവുള്ളൂ. വയഹ്റുമു ബിഹി മാ യഹ്റുമു ബിൽ ജനാബ. ഹൈദ് കൊണ്ട് ഹറാമാകും, വലിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങളൊക്കെയും. പിന്നെ മുബാശറത്തു മാ ബൈന സുറത്തിഹാ വ റുക്ബത്തിഹാ. അവരുടെ മുട്ടിന്റെയും മുട്ട് പൊക്കിളിന്റെ ഇടയിലുള്ള ഒരു ഭാഗം സ്പർശിക്കലും ചേരലും ഹറാമാണ്. എന്നാൽ വഖീല, അതുപ്രകാരം ഹൈദുള്ള സമയത്ത് ഒരു പെണ്ണിനെ കൈകൊണ്ടോ അല്ലെങ്കിൽ മറ്റോ മറയില്ലാതെ സ്പർശിക്കാൻ, മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള ഭാഗം സ്പർശിക്കാൻ തന്നെ പാടില്ല. എന്നാൽ വഖീല, ഒരു ദുർബലമായ അഭിപ്രായമുണ്ട്. ലാ യഹ്റുമു ഗൈറുൽ വത്ഇ. സംയോഗമല്ലാത്തത് ഹറാമില്ല. ശാരീരിക ബന്ധത്തിന്റെ പൂർണ്ണമായത് മാത്രമേ ഹറാമുള്ളൂ എന്നൊരു അഭിപ്രായം. ലാ യഹ്റുമു ഗൈറുൽ വത്ഇ. വത്ത് അല്ലാത്തത് ഹറാമാകുന്നതല്ല. വഖ്താറഹുൻ നവവിയു. ഈ അഭിപ്രായത്തെ ഇമാം നവവി ഇഖ്തിയാർ ചെയ്തിട്ടുണ്ട്. ഫി തഹ്ഖീഖ്, ബഹുമാനപ്പെട്ടവരുടെ തഹ്ഖീഖ് എന്ന ഗ്രന്ഥത്തിൽ. തഹ്ഖീഖ് എന്ന ഗ്രന്ഥത്തിൽ വത്ത് അല്ലാത്തത് ഹറാമില്ല എന്ന അഭിപ്രായത്തെ ഇഖ്തിയാർ ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മദ്ഹബിലെ പ്രബല അഭിപ്രായമല്ല. നവവി ഇമാം മദ്ഹബിലെ മറ്റൊരു അഭിപ്രായത്തെയാണ് ഇതിൽ പ്രബലമാക്കിയിട്ടുള്ളത് എന്നർത്ഥം. നവവി ഇമാമിന്റെ ഇഖ്തിയാർ എന്ന് പറഞ്ഞാൽ മദ്ഹബിലെ പ്രബല അഭിപ്രായം അതല്ല എന്ന് നവവി ഇമാം തന്നെ പറയുന്നു. പക്ഷേ ഈ അഭിപ്രായത്തെ കൂടുതലായും അദ്ദേഹം പരിഗണിച്ചു എന്നർത്ഥം. അതാണ് വഖ്താറഹുൻ നവവിയ്യു ഫി തഹ്ഖീഖ്. പത്ത് അല്ലാത്തത്, സംയോഗമല്ലാത്തത് ഹറാമില്ല എന്നൊരു അഭിപ്രായം. എന്നാൽ പ്രബലാഭിപ്രായ പ്രകാരം ഹൈദുള്ള സന്ദർഭത്തിൽ പെണ്ണിന്റെ മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള ഭാഗം സ്പർശിക്കാൻ പാടുള്ളതല്ല. ലി ഖബരി മുസ്ലിം. നവവി ഇമാം ഇത് മുഖ്താറാക്കാൻ കാരണം വത്ത് മാത്രമേ, സംയോഗം മാത്രമേ ഹറാം. വത്ത് എന്ന് പറഞ്ഞാൽ ജിമാ, നമ്മൾ പൊതുവെ പറയുന്ന സംയോഗം എന്നർത്ഥം വെക്കുന്ന പ്രയോഗം. അപ്പം ലി ഖബരി മുസ്ലിമിൻ, മുസ്ലിമിന്റെ ഹദീസുണ്ട്. ഇസ്നഉ കുല്ല ഷൈഇൻ ഇല്ല നിക്കാഹ്. എല്ലാ വസ്തുക്കളും നിങ്ങൾ ചെയ്തോളൂ, നിക്കാഹ് ഒഴികെ. നിക്കാഹ് എന്നതിന് ഒരർത്ഥമാണ് സംയോഗം ചെയ്യുക. അപ്പൊ സംയോഗം ചെയ്യുന്നതിനെ കുഴപ്പമുള്ളൂ എന്ന രൂപത്തിൽ ഒരു ഹദീസുണ്ട്. ഈ ഹദീസിനെ അവലംബിച്ചാണ് നവവി ഇമാമ് വത്ത് അല്ലാത്തത് ഹറാമില്ല എന്ന അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. ഇനി ഹൈദ് മുറിഞ്ഞാൽ അവളുടെ രക്തം, ഹദീസ് ഒന്നുകൂടി വിശദീകരിക്കുമോ? സനദ് ഉൾപ്പെടെ. സനദ് വേണോ? ഖബരി മുസ്ലിമിൻ, മുസ്ലിമിന്റെ ഹദീസ് ഉള്ളതിന് വേണ്ടി ഇസ്നഉ കുല്ല ഷൈഇൻ, എല്ലാം നിങ്ങൾ ചെയ്തോളൂ, ഇല്ലൻ നിക്കാഹ, നിക്കാഹ് ഒഴികെ. സനദ് ഹദീസ് ഉൾപ്പെടെ കിട്ടണമെങ്കിൽ ഒന്ന് സെലക്ട് ചെയ്യേണ്ടി വരും. മുസ്ലിമിന്റെ ഹദീസായതുകൊണ്ട് കൂടുതൽ പണിയെടുക്കേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. ബഹുമാനപ്പെട്ട സുഹൃത്തിനോട് പറയുന്നത്, മുസ്ലിമിന്റെ ഹദീസായതുകൊണ്ട് മുസ്ലിമിൽ കിട്ടുന്ന ഹദീസാണ്, വേണമെങ്കിൽ ഒന്ന് പെട്ടെന്ന് സെർച്ച് ചെയ്ത് കൊണ്ടുവിടാല്ലേ. മുസ്ലിമിന്റെ ഹദീസായതുകൊണ്ട് തന്നെ നമുക്ക് ആ വിഷയത്തിൽ കൂടുതൽ ചർച്ച ചെയ്യേണ്ടതും വരില്ല. സനദ് നോക്കേണ്ട ആവശ്യമില്ല. എന്തായിരിക്കും സുഹൃത്ത് ഉദ്ദേശിച്ചെന്നറിയില്ല. ഏതായാലും ഇസ്നഉ കുല്ല ഷൈഇൻ, നിങ്ങളെല്ലാം ചെയ്തോളൂ. ഹൈദുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അതുകൊണ്ട് അപ്പോഴുള്ള ഉത്തരാണ് റസൂലുള്ളാഹിയുടെ ഇസ്നഉ കുല്ല ഷൈഇൻ, എല്ലാം നിങ്ങൾ ചെയ്തോളൂ, ഇല്ല നിക്കാഹ്, നിക്കാഹ് ഒഴികെ. നിക്കാഹ് എന്നതിന്റെ ഭാഷാപരമായ അർത്ഥം, വത്ത് എന്നാണ്, സംയോഗം ചെയ്യുക എന്നത് കൂടിയാണ്. അതുകൊണ്ടാണ് ആ നിലക്കർത്ഥം നേരെ വെക്കുന്നതും. ഒരു മിനിറ്റ്, ഞാനത് മുസ്ലിമിലെ ഹദീസിൽ തന്നെ അതിന്റെ ഭാഗം ഒന്ന് വായിക്കാം. മറ്റൊന്നും ഞാൻ കേൾക്കുന്നില്ല, മറ്റൊന്നും ഞാൻ ടെക്സ്റ്റ് ഒന്നും കാണുന്നില്ല സുഹൃത്തുക്കളെ. ഞാനിത് ആ ഹദീസ് ഒന്ന് പരതൽ മാത്രമാണ് ചെയ്യുന്നത്. ഇസ്നഉ കുല്ല ഷൈഇൻ ഇല്ല നിക്കാഹ്, എല്ലാം നിങ്ങൾ ചെയ്തോളൂ, നിക്കാഹ് ഒഴികെ എന്ന് പുണ്യനബി പറഞ്ഞു. ഇതന്നെയാണ് വിഷയം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, ജൂതന്മാർ ഹദ്ദസനി സുഹൈർ ബിൻ ഹർബിൻ ഹദ്ദസന അബ്ദുറഹ്മാൻ ബിൻ മഹ്ദിയൻ. അല്ലാഹ്, എനിക്കത് പേസ്റ്റ് ചെയ്യാൻ പറ്റൂല സുഹൃത്തുക്കളെ, എന്റെ പേസ്റ്റും കോപ്പിയും ചെയ്യുന്നതിന് പ്രയാസമുണ്ട്. അതുകൊണ്ട് തൽക്കാലം ശ്രമിക്കണം. അതിലെ ഹദീസ് ഇങ്ങനെയാണുള്ളത്. ഹദ്ദസനി സുഹൈർ ബിൻ ഹർബിൻ
حدثنا عبد الرحمن بن مهدي حدثنا حماد بن سلمة حدثنا ثابت عن انس رضي الله عنه ان اليهود كانوا اذا حالت المرأة فيهم ജൂതന്മാർ അവരിൽ ഒരു പെണ്ണിന് ഹൈലുണ്ടായാൽ ലം യുആക്കിലൂഹ അവളോടൊത്ത് തിന്നുകയില്ല, അവളുടെ കൂടെ തിന്നൂല, അവൾ വേറെ നിന്നോളണം. ഹൈലുണ്ടായാൽ അവൾ തിന്നൂല. വലം യുജാം അവളെ തിന്നാൻ കൂടെ കൂട്ടില്ല. വലം യുജാമി ഊഹുന്ന അവരെ ജിമാഅ് ചെയ്യുന്നതുമല്ല, അവരെ ഒരുമിച്ച് കൂട്ടുന്നതുമല്ല. ഫിൽ ബൈത്തി വീടുകളിൽ അവരെ താമസിപ്പിക്കുകയുമില്ല. അവരുടെ കൂടെ കൂടുകയോ തിന്നാനോ അല്ലെങ്കിൽ അവരുടെ കൂടെ മറ്റു വിഷയങ്ങൾക്കോ വീട്ടിൽ കൂട്ടുകയുമില്ല. ഇങ്ങനെ ഫസഅല അസ്ഹാബുൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ അനുയായികൾ റസൂലുള്ളാഹിനോട് ചോദിച്ചു ഈ വിഷയത്തെക്കുറിച്ച്. ഹൈലുണ്ടായാൽ നമ്മൾ സഹോദരിമാരെ വീട്ടിന്റെ പുറത്താക്കണോ? ഹൈലുണ്ടായാൽ സഹോദരിമാരെ പുറത്താക്കണോ എന്നുള്ള വിഷയത്തിൽ സ്വഹാബത്ത് ചോദിച്ചു. കാരണം ജൂതന്മാരെന്ന് മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ പോലും ചില ഹൈന്ദവ സുഹൃത്തുക്കളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ചെറിയ രൂപത്തിലൊക്കെ ഉണ്ട് എന്നാണ് എന്റെ അറിവ്. കാരണം ഹൈലുള്ള സഹോദരിമാർ ഭക്ഷണം പാചകം ചെയ്യരുത്, ഇങ്ങനെയൊക്കെ ചെറിയൊരു വിവരം ഇപ്പോഴും സഹോദരിമാരിൽ ഉണ്ടെന്നാണ് എന്റെ അറിവ്. ഏതെങ്കിലും വിഷയത്തിൽ കൃത്യമായി പിടുത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിച്ചെന്നാൽ നന്നാവും. ഇപ്പോഴും ഹൈലുള്ള സഹോദരിമാരെ ആ നിലക്ക് കാണുന്നവരുണ്ട്. അങ്ങനെ റസൂലുള്ളാഹിന്റെ അനുയായികൾ സഹാബികൾ ചോദിച്ചു റസൂലുള്ളാഹി തങ്ങളോട്. അപ്പോഴാണ് ഖുർആനിലെ പരിശുദ്ധമായ വയസ്അലൂനക അനിൽ മഹീദി ഖുൽ ഹുവ അദാ ഫഅ്തസിലുൻ നിസാഅ ഫിൽ മഹീദ്. ഹൈദിനെ കുറിച്ച് നബിയെ അവരങ്ങയോട് ചോദിക്കും. അപ്പോൾ അവരോട് പറയണം ഫഅ്തസിലുൻ നിസാഅ, അവരോട് പറയണം നബിയെ ഹുവ അദൻ, ഖുൽ ഹുവ അദൻ, അതൊരു അദയാണ്, ഒരു കച്ചറയാണ്, ഒരു മ്ലേച്ഛമായതാണ്. അതുകൊണ്ട് ഫഅ്തസിലുൻ നിസാഅ ഫിൽ മഹീദ്, ഹൈദുള്ള സന്ദർഭത്തിൽ സ്ത്രീകളെ നിങ്ങൾ വെടിഞ്ഞു നിൽക്കണം. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ ഈ ആയത്ത് ഓതിയതിനു ശേഷം പറഞ്ഞു ഇസ്നഉ കുല്ല ശൈഇൻ ഇല്ല നിക്കാഹ്, എല്ലാം നിങ്ങൾ ചെയ്തോളൂ, നിക്കാഹ് ഒഴികെ എല്ലാം നിങ്ങൾ ചെയ്തോളൂ. ഹദീസിന്റെ ബാക്കി ഭാഗത്തിൽ കാണാം ഈ വിവരം ജൂതന്മാരറിഞ്ഞപ്പോ ജൂതന്മാര് പറഞ്ഞത്രേ മാ യുരീദു ഹാദർ റജുൽ, ഇയാൾ ഉദ്ദേശിക്കുന്നില്ല അയ്യദഅ മിൻ അംദിനാ ശൈഅ, നമ്മുടെ കാര്യത്തിൽ ഒന്നിനെയും ഉപേക്ഷിക്കാൻ ഇയാൾ ഉദ്ദേശിക്കുന്നില്ല. ഇല്ലാ ഖാലഫനാ ഫീഹി, ആ വിഷയത്തിൽ ഞങ്ങളോട് എതിര് കാണിച്ചിട്ടല്ലാതെ. എന്തെങ്കിലും വിഷയം ഞങ്ങളതുണ്ടോ അതിനോട് എതിര് ചെയ്യാൻ അയാളെ സ്വഭാവം എന്ന് ജൂതന്മാര് പറഞ്ഞത്രേ. ഫജാഅ ഉസൈദ് ബിൻ ഹുദൈർ വഅബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹുമാ, ഉസൈദ് ബിൻ ഹുദൈറും അബ്ബാദ് ബിൻ ബിശ്റും റസൂലുള്ളാഹിനെ സമീപിച്ചു പറഞ്ഞു, നബിയെ ജൂതന്മാരിങ്ങനെ പറയുന്നുണ്ട്, ഫലാ നുജാമിഉഹുന്ന, അവരോടൊപ്പം നമ്മൾ ഒരുമിച്ച് കൂടൂല എന്ന നിലക്ക് ജൂതന്മാരിങ്ങനെ പറയുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ഫതഗയ്യറ വജ്ഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ മുഖം വിവർണമായി എന്ന് മാത്രമല്ല ഞങ്ങൾ കരുതി അവരുടെ മേൽ കോപിച്ചു. ഉദ്ധരിക്കുന്ന സ്വഹാബി പറയാണ് ഹത്താ ലനന്ന അൻഖദ് വജദ അലൈഹിമ, അവർ രണ്ടാളോടും ദേഷ്യപ്പെട്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ഫഖറജ, അവർ രണ്ടുപേരും പുറത്തു പോവുകയും റസൂലുള്ളാഹി തങ്ങൾക്ക് പാല് ഹദിയയുമായി അവർ രണ്ടുപേരിലേക്കും എത്തിച്ചേർന്നു. ഹദിയത്തും മിൻ ലബനിൻ ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങളിലേക്ക് പാലിൽ നിന്നൊരു ഹദിയ അവരിലേക്ക് എത്തിച്ചേരുകയും അവരുടെ പിന്നാലെ പോവുകയും ഫസഖാഹുമ, അവർ രണ്ടുപേരെ റസൂലുള്ള കുടിപ്പിക്കുകയും ഫഅറഫാ അല്ലാ യജിദ് അലൈഹിമ, അവർ രണ്ടാളുടെ മേലും കോപിച്ചിട്ടില്ല എന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്തു എന്ന് തുടങ്ങിയ ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ കാണാം. ഏതായാലും ഹദീസ് സ്വഹീഹ് മുസ്ലിം ആയതുകൊണ്ട് കൂടുതൽ സംശയിക്കാനില്ല. പിന്നെ ഏതോ സുഹൃത്തിപ്പ് എഴുതിയിട്ടുണ്ട് നിക്കാഹ് ഹറാമാണോ? അല്ല. നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഇസ്നഉ കുല്ല ശൈഇൻ, എല്ലാം നിങ്ങൾ ചെയ്തോളൂ. ഇല്ല നിക്കാഹ് എന്ന പദത്തിന്റെ അർത്ഥം, നിക്കാഹിന്റെ ഭാഷാപരമായ അർത്ഥം സംയോഗം ചെയ്യുക എന്നതാണ്. അതാണ് പുണ്യ റസൂലുള്ളാഹി ഉദ്ദേശിച്ചത്, അതാണ് ഇവിടെ പറഞ്ഞതും എന്ന് സാന്ദർഭികമായി മനസ്സിലാക്കണം. കാരണം എല്ലാം ചെയ്തോളൂ നിക്കാഹ് ഒഴികെ ഒറ്റയടിക്ക് കേട്ടാൽ അതാണ് നമുക്ക് തോന്നുക. കാരണം ഇസ്തിലാഹിയായ അസാങ്കേതികമായ അർത്ഥമാണ് നമ്മുടെ മനസ്സിലുണ്ടാവുക. ഏതായാലും നിക്കാഹിന്റെ ഭാഷാപരമായ അർത്ഥം ചേർക്കുക, അതുപോലെ വത്ത് എന്നൊക്കെ ആയതുകൊണ്ട് അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. വത്ത് ആണ് ഉദ്ദേശം. ഇനി അടുത്ത ഭാഗം ഏതാ? പെണ്ണിന്റെ രക്തം മുറിഞ്ഞാൽ, ഹൈദ് രക്തം നിന്നാൽ ഹല്ലലഹ, അവൾക്ക് അനുവദനീയമാണ്. ഖബ്ലൽ ഗുസ്ലി, കുളിക്ക് മുമ്പ് അനുവദനീയമാണ്. സൗമുൻ, നോമ്പെടുക്കാം. ഒരു പെണ്ണിന് ഹൈദ് മുറിഞ്ഞാൽ മതി നോമ്പെടുക്കാം, കുഴപ്പമില്ല. ലാവത്തുൻ, സംയോഗം ചെയ്യാൻ പറ്റൂല, സംയോഗം ചെയ്യണമെങ്കിൽ കുളിക്കണം. ഖിലാഫൻ ലിമാ ബഹസഹുൽ അല്ലാമത്തു സുയൂത്തി റഹിമഹുല്ലാ
അല്ലാമ സുയൂത്തി റഹിമഹുല്ലാ ചർച്ച ചെയ്തതിന് എതിരായ നിലയിൽ പ്രബലാഭിപ്രായ പ്രകാരം ഹൈദ് മുറിഞ്ഞാൽ നോമ്പ് അനുവദനീയമാണ്. എന്നാൽ വത്ക് ചെയ്യണമെങ്കിൽ, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണമെങ്കിൽ കുളിക്കുക തന്നെ വേണം, എന്നാലേ പോവുകയുള്ളൂ എന്നർത്ഥം. വറാബിഉഹാ, കുളി നിർബന്ധമാകുന്ന കാര്യങ്ങളിൽ നാലാമത്തേത് നിഫാസുൻ, പ്രസവരക്തമാണ്. ഐ ഇൻഖിതാഉഹു, പ്രസവരക്തം മുറിയലാണ്. വഹുവ, ഈ പ്രസവരക്തം എന്ന് പറയുന്നത് ദമു ഹൈലിൻ, ഹൈദ് രക്തമാണ്. ഹൈലിൻ മുജ്തമിഉൻ, ഒരുമിച്ചുകൂടിയ ഹൈദ് രക്തമാണ്. ഗർഭകാലത്ത് പൊതുവെ ഹൈദ് വരാറില്ല. ഗർഭകാലത്ത് ഹൈദ് ഉണ്ടാകുന്നതിന് ഫിഖ് എതിരുമല്ല. എന്നാൽ പൊതുവെ സ്വാഭാവികമനുസരിച്ച് ഗർഭിണികൾക്ക് ഹൈദ് ഉണ്ടാവുകയില്ല. എങ്കിൽ അങ്ങനെ ഒരുമിച്ചുകൂടിയ ഹൈദ് രക്തമാണ് നിഫാസായി വരുന്നത്. എപ്പോഴാണത് വരിക? യഖ്റുജു, അത് പുറപ്പെടും. ബഅദ ഫറാഗി ജമീഇർ റഹ്മി, ഗർഭാശയം മുഴുവൻ വിരമിച്ചതിന് ശേഷം. ഗർഭാശയത്തിൽ നിന്നും മുഴുവൻ വിരമിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ കുട്ടി മുഴുവൻ പുറത്തു വന്നതിന് ശേഷം. രണ്ട് കുട്ടിയെ പ്രസവിക്കുന്ന ഇരട്ട സഹോദരങ്ങളെ പ്രസവിക്കുന്നവരാണെങ്കിൽ രണ്ട് സഹോദരങ്ങളും പുറത്തു വന്നതിന് ശേഷമാണ് ഈ രക്തം പുറപ്പെടുക. അതിന് മാത്രമേ നിഫാസ് എന്ന പേരുള്ളൂ. വഅഖല്ലുഹു, നിഫാസിന്റെ ഏറ്റവും ചുരുങ്ങിയത് ലഹ്ളത്തുൻ, ഒരു സെക്കൻഡാണ്. ഒരു സെക്കൻഡ് മാത്രം മതി. ഒരു തുപ്പട എന്നും മജ്ജത്തും എന്നൊക്കെ ചില കിതാബിൽ കാണാം. ഒരു തുപ്പന്റെ ടൈം മജ്ജത്തുൻ. ഇവിടെ ലഹ്ളത്ത് എന്നാണ് സെക്കൻഡ്. വളരെ ചുരുങ്ങിയൊരു നിമിഷം മതി നിഫാസ് രക്തം ഉണ്ടായിത്തീരാൻ. വഗാലിബുഹു, എന്നാൽ സാധാരണയിൽ സഹോദരിമാർക്ക് നിഫാസ് ഉണ്ടാകുന്നത് 40 യൗമൻ, 40 ദിവസമാണ്. അതുകൊണ്ടാണ് നാൽപ്പോളി നമ്മുടെ നാടുകളിലേക്ക് വ്യാപിച്ചത്, അല്ലെ? നാപ്പോളി എന്ന് പറയും, എന്ന് പറഞ്ഞാൽ 40 കുളിയാണ്. ചില നാടുകളിലേക്ക് നിഫാസ് എപ്പം മുറിഞ്ഞാലും ഈ 40 കുളി എന്ന് പറയുന്ന ഒരു പക്ഷെ 28 അല്ലെങ്കിൽ 38 ഇങ്ങനെ ചില ഡേറ്റ് ഉണ്ടാവും. ഈ ഡേറ്റിനെ അവർ കുളിക്കുള്ളൂ, കുളിച്ച ശേഷം നിസ്കരിക്കുള്ളൂ. അങ്ങനെയല്ല. എപ്പോഴാണോ നിഫാസ് മുറിഞ്ഞത് അന്ന് മുതൽ കുളിച്ച് നിസ്കരിക്കേണ്ടതാണ്. കുളിക്കും, പക്ഷെ നിസ്കരിക്കൂല. നിസ്കരിക്കണം 40 കഴിയണമെന്ന് ഉറപ്പാണ്. അങ്ങനെയില്ല. എപ്പോഴാണോ നിഫാസ് മുറിഞ്ഞത് അപ്പോൾ തന്നെ കുളിച്ച് നിസ്കരിക്കേണ്ടതാണെന്ന് സാന്ദർഭികമായി അറിയിക്കാം. ചില നാടുകൾക്ക് ചില വകുപ്പ് ഓരോ പ്രചരണങ്ങളായിരിക്കും. ആ വകുപ്പിൽ അങ്ങനെയുണ്ടാവും. ചിലപ്പോൾ 60 കഴിഞ്ഞാലും 60 കഴിഞ്ഞാലേ നിസ്കരിക്കാൻ പറ്റൂന്നൊക്കെ ചിലപ്പോൾ ചില നാടുകളിൽ പ്രചരണം ഉണ്ടാവും. ഏതായാലും അതുകൊണ്ടാണ് സാധാരണയിൽ നിഫാസ് 40 ദിവസം ഉണ്ടാകും. അതിനുശേഷം കുളിക്കുന്നത് കൊണ്ടാണ് നാപ്പോളി എന്ന് വന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. നാപ്പോളി 40 കുളി എന്നാണ്, അല്ലേ? പിന്നെ ബാക്കി ഇവിടെ ഉള്ളത് തന്നെയാണോ? അടുത്തതല്ലോ. വഗാലിബുഹു 40 യൗമൻ. അബ്ദുല്ലാ 90 അല്പം കുറച്ച് ഇടണം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാ 90 സാഹിബ് അടുത്ത ഭാഗം ഒന്ന് ടെക്സ്റ്റ് കാണാണ്ടായി പോയിട്ടുണ്ട്. അടുത്ത ഭാഗം അതാണോ? വഖല്ലുഹു വഗാലിബുഹു 40 യൗമൻ. ചുരുങ്ങി അസാധാരണയിൽ 40 ദിവസമാണ്. അതിന്റെ അടുത്ത ഭാഗമാണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ. വഅക്സറുഹു 60 യൗമൻ. നിഫാസ് കൂടിയാൽ 60 ദിവസവുമാണ്. നിഫാസ് കൂടിയാൽ 60 ദിവസവും ആണ്. അതിനേക്കാൾ നിഫാസ് വരുന്നതല്ല. ഇനി വയഹ്റുമു ബിഹി, നിഫാസ് കൊണ്ട് ഹറാമാകും. മാ യഹ്റുമു ബിൽ ഹൈദി, ഹൈദ് കൊണ്ട് ഹറാമാകുന്ന കാര്യം നിഫാസ് കൊണ്ടും ഹറാമാകും. വയജിബുൽ ഗുസ്ലു അയ്ളൻ. ഫത്ഹുൽ മുഈൻ പറയാത്ത മറ്റു 2 വിഷയമാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്. 4 എണ്ണമാണെന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ പറയാണ്. വയജിബുൽ ഗുസ്ലു അയ്ളൻ, ഇനിയും കുളി നിർബന്ധമാകും. ബിവിലാദത്തിൻ, പ്രസവിക്കൽ കൊണ്ട്. വലൗ ബിലാ ബലലിൻ, നനവില്ലാതെയാണെങ്കിലും ശരി. നനവില്ലാതെ പ്രസവിച്ചാലും കുളി നിർബന്ധമാണ്. നിഫാസില്ല, പ്രസവിച്ചേ ഉള്ളൂ, എന്നാൽ തന്നെ കുളി നിർബന്ധമാണ്. അത് നനവില്ലാതെയാണെങ്കിലും ശരി. വഇൽഖാഇ അലഖത്തിൻ വമുദ്ഗത്തിൻ, മാംസകഷ്ണവും രക്തകഷ്ണവും ഇടൽ കൊണ്ടും കുളി നിർബന്ധമാണ്. അതും ഒരുതരം പ്രസവമാണ് എന്ന് പറഞ്ഞാൽ ബ്ലീഡിങ്ങോ മറ്റോ ആയിട്ട് രക്തകഷ്ണം പോകും, അല്ലെങ്കിൽ മാംസകഷ്ണം പോകും. അങ്ങനെ അത്തരം സന്ദർഭങ്ങളിലും കുളി നിർബന്ധമാണ്. നിഫാസും ഒരുപക്ഷെ ഉണ്ടാകും. അലക്കത്തോ മുതുകത്തോ പൂർണ്ണമായും പോയി എന്നതിന് ശേഷം വരുന്നതാണെങ്കിൽ നിഫാസ് എന്നുള്ള പരിഗണന നൽകാവുന്നതുമാണ്. പൊതുവെ ബ്ലീഡിംഗ് ആകുമ്പോൾ അലക്കത്തും മുതുകത്തും പ്രത്യേകം തിരിയാതെ സമ്മിശ്രമായി പോകുമ്പോൾ നിഫാസ് നമുക്ക് കൂടുതൽ പരിഗണിക്കാൻ കഴിയില്ല എന്നതാണ്.
അതേസമയത്ത് അലക്കത്ത് പോയി അല്ലെങ്കിൽ മുതുകത്ത് പോയതിനു ശേഷമാണ് വരുന്നതെങ്കിൽ അതും നിഫാസ് എന്ന പരിഗണനയിൽ വരുന്നതാണ്. പക്ഷെ പൊതുവെ കലർപ്പിലായി കടന്നു പോകുന്നതുകൊണ്ട് നിഫാസ് ആണെന്ന രൂപത്തിൽ നമുക്ക് വിവരം കിട്ടാറില്ല എന്ന് മാത്രം. ഏതായാലും വൈൽക്കായി അലക്കത്തിൻ വ മുതുകത്തിൻ, മാംസകഷ്ണം ഇടൽ കൊണ്ടും കുളി നിർബന്ധമാണ്, രക്തകഷ്ണം ഇടൽ കൊണ്ടും കുളി നിർബന്ധമാണ്. വ ബിമൗത്തി മുസ്ലിമിൻ ഗൈരി ഷഹീദിൻ, ഷഹീദല്ലാത്ത മുസ്ലിം മരിക്കൽ കൊണ്ടും കുളി നിർബന്ധമാണ്. ഷഹീദിന് കുളിയില്ല, നമുക്കൊക്കെ അറിയാം. അപ്പൊ 6 കാരണങ്ങളാണ് പൊതുവെ മദ്രസ കിതാബുകളിൽ പഠിപ്പിക്കൽ. ഈ 6 കുളി നിർബന്ധമാകുന്നത് കാരണങ്ങൾ 6. 1 മനിയ് പുറപ്പെടുക, 2 ലിംഗാഹസ്ഫ ഗുഹ്യഭാഗത്ത് ഫർജിൽ പ്രവേശിക്കുക, 3 ഹൈള്, 4 നിഫാസ്, 5 പ്രസവം, 6 മരണം, ഷഹീദല്ലാത്തവരുടെ മരണം. ഈ 6 കാരണങ്ങളാണ് പൊതുവെ മദ്രസ കിതാബുകളിൽ പഠിപ്പിക്കൽ. ഇവിടെ ഫത്ഹുൽ മുഈൻ മൂജിബുഹു എന്ന് പറഞ്ഞ് പ്രധാനപ്പെട്ട 4 കാര്യം പറയുകയും 2 ഉള്ളിലൂടെ പറയുകയും ചെയ്തു. കാരണം ഇങ്ങനെയായിരിക്കാം. 1 മരണം കൊണ്ട് കുളി നിർബന്ധമാകുന്നത് അയാൾക്കല്ല, കുളി നിർബന്ധമാകുന്നത് നമ്മൾക്കാണ്. കുളിപ്പിക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടേതാണ്. അപ്പൊ ഒരുപക്ഷെ അവനല്ല തക്ലീഫ് മറ്റുള്ളവർക്കാണ്. അതോടൊപ്പം തന്നെ പ്രസവിക്കുമ്പോൾ സ്വാഭാവികമായും നിഫാസ് ഉണ്ടാവലാണ് പതിവ്. അതുകൊണ്ട് പിന്നെ നിഫാസ് ഏതായാലും വരും. അപ്പം ഇനി പ്രസവം പ്രത്യേകം എണ്ണേണ്ടതില്ല എന്നതുകൊണ്ടാണ് ഔദ്യോഗികമായി മാറ്റിവെച്ചതെന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും 4 കാരണങ്ങൾ, 6 കാരണങ്ങൾ. ഫർദുഹു, കുളിയുടെ ഫർദ് എല്ലാവർക്കും അറിയാം. കുളിയുടെ ഫർദ്, വുദൂഇന്റെ ഫർദ് 6 കുളിയുടെ ഫർദ് എല്ലാവർക്കും അറിയുന്ന ടെക്സ്റ്റ് ചെയ്തോളൂ. ഫർദുഹു ആ ഭാഗത്ത് ടെക്സ്റ്റ് തന്നെ എഴുതി. നമ്മൾ ഉത്തരം തന്നെ ഏകദേശം ടെക്സ്റ്റ് ചെയ്ത ഇതിൽ തന്നെ ഉണ്ട്. എന്നാലും ഒന്ന് ടെക്സ്റ്റ് സുഹൃത്തുക്കൾ ടെക്സ്റ്റ് ചെയ്തോളൂ. അത് എല്ലാവരും ഐക്യകണ്ഠേന തന്നെ റിസൾട്ട് നൽകുന്നുണ്ട്. 2 അല്ലെ? കുളിന്റെ ഫർദ് 2. കുളിന്റെ ഷർത്ത് മറന്നോ? ഇല്ലല്ലോ. കുളിന്റെ ഷർത്ത് ഒന്ന് എന്റെ പുതിയ സുഹൃത്തുക്കളെ കാണുന്നുണ്ട്. അവരോടാണ് ചോദ്യം. റാഷിദ് KM, മുഹമ്മദ് മുനീബ്, ജസീൽ KC, കൂടുതൽ കണ്ടുപരിചയമില്ലാത്ത ഐഡികളാണ്. ഒരുപക്ഷെ മറ്റു സമയങ്ങൾ ഉണ്ടായേക്കാം, ഞാൻ കണ്ടുപരിചയമില്ല. എന്നാൽ അവരോടാണ് ചോദ്യം. കുളിയുടെ ഷർത്ത്. മറ്റുള്ളവർക്ക് പ്രതികരിക്കാൻ കുഴപ്പമൊന്നുമില്ല, ഇവരെയാണ് മുൻതൂക്കം നൽകുന്നത്. കാരണം പലപ്പോഴും ചോദിച്ചതാണ്. കുളിയുടെ ഷർത്ത് 6 എന്ന് ഒരു സഹോദരൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്തോ സുഹൃത്തുക്കളെ. ഞങ്ങൾ എഴുതി കുടുങ്ങിയെന്നും കരുതരുത്. CP ഇസ്മായിൽ നേരത്തെ ഉത്തരം തന്നെയായിരിക്കും അല്ലെ? ആളുകളെ പേര് പറയുന്നതൊന്നും ആർക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. ഐഡികളുടെ പേര് പറയുന്നതൊന്നും വിഷമിക്കൂല എന്നുള്ള വിശ്വാസത്തിലാണ്. ആർക്കെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം. കുളിയുടെ ഷർത്ത് എന്നാൽ എല്ലാ പഴയ സുഹൃത്തുക്കൾക്കും ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. അബ്ദുള്ള തോട്ടക്കാട് ടെക്സ്റ്റ് ചെയ്തല്ലോ. പുതിയ അബ്ദുള്ള തോട്ടക്കാട് എന്ന ഏറ്റവും പഴയകാല സഹോദരൻ തന്നെ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. വുദൂഇന്റെ ഷർത്തുകൾ തന്നെ എത്രയാന്ന് മറ്റുള്ളവർ എഴുതിക്കൊള്ളൂ അല്ലെ? അതായിരിക്കും അബ്ദുള്ള തോട്ടക്കാട് അങ്ങനെ എഴുതിയത്. വുദൂഇന്റെ ഷർത്തുകൾ തന്നെയാണ് എഴുതിയത്. വുദൂഇന്റെ ഷർത്ത് എല്ലാവർക്കും അറിയുന്നതുകൊണ്ടാണ്. വുദൂഇന്റെ ഷർത്ത് എന്ന് എഴുതിക്കോ മറ്റു സുഹൃത്തുക്കൾ. അതെ, ഓക്കെ, അതെ 5. കുളിയുടെ ഷർത്ത് 5. വുദൂഇന്റെ ഷർത്തുകൾ ഏതൊക്കെയാണോ അത് തന്നെയാണ് കുളിയുടെ ഷർത്തുമെന്ന് എന്റെ ആ സുഹൃത്തുക്കളെ അറിയിക്കുകയാണ്. അതായത് കുളിന്റെ ഫർള് എല്ലാവർക്കും അറിയാം, അത് 2. അതാണ് പറഞ്ഞത് ഫർളുഹു ഐ ഉസ്ലി, കുളിയുടെ ഫർളാകുന്നത് ഷൈആനി 2 കാര്യമാകുന്നു. അഹദുഹുമ 2-ൽ ഒന്നാമത്തേത്. നമുക്ക് അറിയാം, പക്ഷെ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ പലർക്കും പറയാനറിയില്ല. അതെ, അത് ശരിയാണ്. എല്ലാം അറിയും. കുറെയൊക്കെ നമുക്ക് നമ്മളെ മദ്രസയിൽ നിന്നൊക്കെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിൽ പഠിച്ച ആളുകളാണ് നമ്മളൊക്കെ. അതിൽ ഒരുപാട് വിവരങ്ങൾ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ചില സന്ദർഭോചിതമായി നമുക്ക് ഓർമ്മയിൽ വരില്ല എന്ന് മാത്രം. സുഹൃത്ത് പറഞ്ഞാൽ വളരെ കറക്റ്റാണ്. പല വിഷയങ്ങളിലും നന്നായി മനസ്സകത്ത് ഒരു വലിയ ബോധം നമുക്കൊക്കെ ഉണ്ട്. പക്ഷെ അത്യാവശ്യത്തിന് പലപ്പോഴും നമുക്ക് കിട്ടൂല, നമുക്കത് പ്രയാസപ്പെടും എന്നുള്ളതാണ്. ശരിയാണ്. അള്ളാഹു നമുക്ക് നഫിയായ ഇൽമിനെ വർദ്ധിപ്പിച്ചു തരട്ടെ. അതിനൊക്കെ നിമിത്തമായി ഇത്തരം ക്ലാസ് റൂമും നമ്മുടെ ഈ ക്ലാസ്സൊക്കെ അള്ളാഹു മാറ്റുമാറാവട്ടെ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്യാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ.
ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അപ്പൊ ഫർളുഹു കുളിന്റെ ഫർള് രണ്ടാണ്. ഒന്നാമത്തേത് നിയ്യത്തു റഫ്ഇൽ ജനാബ, ജനാബത്തിനെ ഉയർത്തലിനെ കരുതലാണ്. ലിൽ ജുനുബി, ജനാബത്തുകാരന് എങ്ങനെ കരുതാം? ജനാബത്തിനെ ഉയർത്തുന്നു. അവിൽ ഹൈലി, ഹൈലിനെ ഉയർത്തുന്നു എന്ന് കരുതാം. ലിൽ ഹായിലി, ഹൈലുകാരിക്ക്. ഈ ജനാബത്തിനെ ഉയർത്തുക, ഹൈലിനെ ഉയർത്തുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? ജനാബത്തിനെ ഇങ്ങനെ പിടിച്ച് മേൽപോട്ട് ഉയർത്താന്നോ? അല്ല. ഐ റഫ്ഉ ഹുക്മിഹി, ജനാബത്ത് മുഖേന ഉണ്ടായ ഒരു നിയമത്തെ ഉയർത്തുന്നു. ഹൈദ് മുഖേന ഉണ്ടായ നിയമത്തെ ഉയർത്തുന്നു. അതേതാണ്? ജനാബത്ത് മുഖേന ഉണ്ടായ നിയമമാണ്. നിസ്കരിക്കാൻ പറ്റൂല, തവാഫ് ചെയ്യാൻ പറ്റൂല, അതുപോലെ ഖുർആൻ ഓതാൻ പറ്റൂല. ഹൈദ് മുഖേന ഇങ്ങനെ ചില നിയമങ്ങൾ, ഇതൊക്കെ ഉയർത്തുന്നു. ഈ നിയമങ്ങളെ ഇല്ലാതെയാക്കുന്നു. അതാണ് ഈ ഉയർത്താന്ന് പറഞ്ഞാൽ. ചില ആളുകൾ ശ്രദ്ധിക്കും, ജനാബത്തിന് ഉയർത്ത സുബ്ഹാനല്ലാഹ്, എന്താ ഏടത്തേക്കായി പിടിച്ചു ഉയർത്തുന്നത്? ഏടത്തേക്ക് ഉയർത്തലല്ല, അതിന് മുഖേന ഉണ്ടായിത്തീർന്ന ഹുക്മിനെ, നിയമത്തെ ഉയർത്തുക എന്നാണ്. അതാണ് ഐ റഫ്ഉ ഹുക്മിഹി, അതിന്റെ ഹുക്മിനെ ഇല്ലായ്മ ചെയ്യുക. ഹുക്മിനെ ഉയർത്തുക എന്നാണ് ഹുക്മിനെ ഇല്ലായ്മ ചെയ്യുക. ഒന്നുകിൽ അങ്ങനെ നിയ്യത്ത് വെക്കാം. ഔ നിയ്യത്തു അദാഇ ഫർളിൽ ഗുസ്ലി, കുളിയുടെ ഫർളിനെ വീട്ടുന്നു എന്ന് കരുതാം. ഔ നിയ്യത്തു അദാഇ ഫർളിൽ ഗുസ്ലി, കുളിയുടെ ഫർളിനെ നിർവഹിക്കുന്നു എന്ന് കരുതലാണ്. ഔ റഫ്ഇ ഹദസിൻ, അല്ലെങ്കിൽ അശുദ്ധിയെ ഉയർത്തലിനെ കരുതലാണ്. വലിയ അശുദ്ധിയെ ഉയർത്തുന്നു എന്ന് കരുതലാണ്. അവി ത്വഹാറത്തി അൻഹു, അല്ലെങ്കിൽ വലിയ ശുദ്ധിയെ തൊട്ട് ശുദ്ധീകരിക്കുന്നു എന്ന് കരുതലാണ്. ഔ അദാഇൽ ഗുസ്ലി, അല്ലെങ്കിൽ കുളിയെ വീട്ടുന്നു എന്ന് കരുതലാണ്. വകദൽ ഗുസ്ലു ലിസ്സലാത്തി, അപ്രകാരം തന്നെ നിസ്കാരത്തിന് വേണ്ടി കുളിക്കുന്നു എന്ന് കരുതലാണ്. അടുത്ത ഭാഗം ലൽ ഗുസ്ലു ഫഖത്ത്, വെറും കുളി എന്ന് കരുതിയാൽ പോരാ. കുളി എന്ന് മാത്രം കരുതിയാൽ പോരാ. ഞാൻ കുളിക്കുന്നു എന്ന് കരുതിയാൽ പോരാ. കുളിയെ വീട്ടുന്നു എന്ന് കരുതിയാൽ ഒരു പ്രത്യേക കർമ്മം പോലെയായി. അല്ലെ, വെറും കുളിക്കുക എന്ന് കരുതിയാൽ പോരാ. ഇപ്പറയപ്പെട്ടത് തന്നെ ശ്രദ്ധിക്കുക, കൂടുതലും കരുതാൻ. വെറും കുളി എന്ന് പോരാ. കുളിയെ വീട്ടുന്നു മതി. കുളിയെ തൊട്ട് അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാക്കുന്നു, അശുദ്ധിയെ ഉയർത്തുന്നു, കുളിയുടെ ഫർദിനെ വീട്ടുന്നു. ഈ രൂപത്തിലുള്ള ഏതെങ്കിലും ഒരു നിയ്യത്ത് കരുതുക. ജനാബത്ത് ഉയർത്താതെ ഭക്ഷണം പാകം ചെയ്യാൻ പറ്റുമോ? ഭക്ഷണം പാകം ചെയ്യുന്നിടത്ത് ജനാബത്തിനെ എണ്ണിയതായിട്ട് കാണുന്നില്ല. ഭക്ഷണം കഴിക്കുന്നിടത്ത് ചെറിയ കറാഹത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ജനാബത്തുകാരൻ ഭക്ഷണം പാചകം ചെയ്യുന്നത് ഒരു കുഴപ്പമുള്ളതായി പറഞ്ഞതായി എവിടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത്തരം സ്ഥലങ്ങളിൽ ഫുഖഹാ പറയേണ്ടതായിരുന്നു എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ജനാബത്ത് ഉയർത്താതെ ഭക്ഷണം പാകം ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഞാൻ മനസ്സിലാക്കിയ ഉത്തരം പൂർണ്ണമായും ഉറപ്പല്ല. ഏകദേശം എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉസ്താദുമാർക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അപ്പോൾ അറിയിക്കണമെന്ന് എപ്പോഴും പറയുന്നത് പോലെ ഇപ്പോഴും സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ഭക്ഷണം പാകം ചെയ്യുന്നതിന് പ്രത്യേകം വിലക്കുള്ളതായിട്ടില്ല. കാരണം വിലക്കുണ്ടെങ്കിൽ അത്തരം സ്ഥലങ്ങളിൽ ജനാബത്തുകാരൻ ഭക്ഷണം കഴിക്കണമെങ്കിൽ വുദൂ ചെയ്യണമെന്ന അഭിപ്രായമൊക്കെ പറഞ്ഞ സ്ഥലത്ത് ഇതും ഉൾപ്പെടുത്തേണ്ടതാണ്. ഉൾപ്പെടുത്താത്തത് കൊണ്ടും പ്രത്യേകിച്ച് അത് അങ്ങനെ ഒരു നിയമം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അള്ളാഹു എതിരാണെങ്കിൽ അള്ളാഹു നമുക്ക് നന്മ അതിന്റെ യഥാർത്ഥ നിയമം അള്ളാഹു എളുപ്പത്തിൽ കാണിച്ചു തരുമാറാവട്ടെ. ഹക്കാണെങ്കിൽ അള്ളാഹു നമുക്ക് ഖൈർ തരുമാറാവട്ടെ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്യാണ്. ആമീൻ. ഇനി അപ്പൊ കുളിന്റെ നിയ്യത്താണ് ഒന്നാമത്തേത്. വയജിബു അൻ തകൂന നിയ്യത്തു, ഈ നിയ്യത്ത് ആവൽ നിർബന്ധമാണ്. പൊതുവെ നിയ്യത്തുകളൊക്കെ എങ്ങനെയെങ്കിലും വെച്ചു പോയാൽ പോരാ. നിയ്യത്താവണം മഖറൂനത്തമ്പി അവലിഹി, കുളിയുടെ ആദ്യത്തോട് അന്വരിച്ചതാവണം, ചേർന്നതാവണം. കുളി ഏതവയവത്തിലാണോ ആദ്യം വെള്ളമൊഴിക്കുന്നത് ആ അവയവത്തിനോടൊപ്പം നിയ്യത്ത് വരണം. എങ്കിലേ ആ അവയവം ജനാബത്തിൽ തൊട്ട് ഉയർന്നതാകൂ. അല്ലെങ്കിൽ ആ അവയവം വീണ്ടും കഴുകേണ്ടി വരും. വയജിബു അൻ തകൂന നിയ്യത്തു, നിയ്യത്ത് ആവൽ നിർബന്ധമാണ്. മഖറൂനത്തമ്പി അവലിഹി, കഴുകലിന്റെ ആദ്യത്തിനോട് അല്ലെങ്കിൽ കുളിയുടെ ആദ്യത്തിനോട് അന്വരിച്ചതാവൽ. യഅനി, അതായത് ഉദ്ദേശിച്ചത് ദി അവലി മഖ്സൂലിൻ മിനൽ ബദനി, ശരീരത്തിൽ നിന്ന് ആദ്യം കഴുകപ്പെടുന്നത് ഏതാണോ അതിന്റെ കൂടെ നിയ്യത്ത് വരിക. അത് വലൗ മിൻ അസ്ഫലിഹി, ശരീരത്തിന്റെ താഴ്ഭാഗത്തു നിന്നാണെങ്കിലും ശരി. ശരീരത്തിൽ ഏതു ഭാഗമാണോ ജനാബത്ത് ഉയർത്തലിനെ കരുതിയിട്ട് കഴുകുന്നത് ആ ഭാഗത്തിന്റെ കൂടെ നിയ്യത്ത് അന്വരിച്ചോടുക. അല്ലാതെ ഇന്ന ഭാഗത്തുനിന്നാവണം നിർബന്ധമില്ല. ഏതു ഭാഗത്തും ആവാം. ഏതു ഭാഗത്തുനിന്നാണ് തുടങ്ങിയത് അതാണ് കുളിയുടെ ആദ്യം എന്നർത്ഥം. ഏത് ഭാഗത്തിലാണ് നിയ്യത്ത് കടന്നു വന്നത് ആ ഭാഗമാണ് കുളിന്റെ ആദ്യമായി പരിഗണിക്കുക. ആ നിയ്യത്തിന് മുമ്പേ കഴുകിപ്പോയ ഭാഗങ്ങൾ വീണ്ടും കഴുകണം. യഅനീബി അവലി മഖ്സൂലിൻ മിനൽ ബദനി, ശരീരത്തിൽ നിന്ന് കഴുകപ്പെടുന്നതിന്റെ ആദ്യത്തിനോട് അന്വരിക്കണം. വലൗ മിൻ അസ്ഫലിഹി, അത് ശരീരത്തിന്റെ താഴ്ഭാഗത്ത് നിന്നാണെങ്കിലും ശരി. അപ്പോൾ ഫലൗ നവ,
ഒരാൾ കരുതിയാൽ ബഅദ ഗുസ്ലി ജുസ്ഇൻ, നേരത്തെ പറഞ്ഞ ഭാഗം ബഅദ ഗുസ്ലി ജുസ്ഇൻ, ഒരു ഭാഗം കഴുകിയതിനു ശേഷം കഴുകി, തലയൊക്കെ കഴുകി ശരീരത്തിന്റെ മറ്റു ഭാഗത്തേക്ക് വെള്ളം ഒഴിക്കുമ്പോഴാണ് ഒരാൾ കുളിയുടെ നിയത്തിന് വെച്ചതെങ്കിൽ വജബ ഇആദത്തു ഗുസ്ലിഹി, ആ ഭാഗം കഴുകലിനെ മടക്കൽ നിർബന്ധമാണ്. ഞാൻ കുളിച്ചിനല്ലോ എന്ന് പറഞ്ഞൂടാ. ഫലോ നവാ ബഅദ ഗസ്ലി ജുസ്ഇൻ, ഒരു അവയവം കഴുകിയതിനു ശേഷമാണ് കരുതിയതെങ്കിൽ വജബ ഇആദത്തു ഗുസ്ലിഹി, ആ ഭാഗത്തിനെ കഴുകലിന് മടക്കൽ നിർബന്ധമാണ്. അടുത്ത ഭാഗം ഏതാ? ദുൽദിലിട്ട ഭാഗമായിരിക്കും അല്ലെ. വലൗ നവ, അപ്പോൾ ഒരാൾ കരുതിയാൽ റഫ്അൽ ജനാബത്തി, ജനാബത്ത് ഉയർത്തലിനെ കരുതി, വഗസല ബഅദൽ ബദനി, ശരീരത്തിലെ അല്പഭാഗം കഴുകുകയും ചെയ്തു. ജനാബത്തിന് ഉയർത്തലിനെ കരുതി അല്പഭാഗം കഴുകി. സുമ്മ നാമ, പിന്നെ ഓൻ പോയി ഉറങ്ങി. ഫസ്തൈഖള, എന്നിട്ട് എഴുന്നേറ്റു. വ അറാദ ഗസ്ലിൽ ബാക്കി, ബാക്കി ഭാഗം കഴുകലിനെ ഉദ്ദേശിച്ചു. എന്നാൽ യഹ്തജ് ഇലാ ഇആദത്തി നിയ്യത്തി, നിയ്യത്ത് മടക്കലിലേക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ നിയ്യത്തോടുകൂടി ആദ്യ ഭാഗം കഴുകപ്പെട്ടിട്ടുണ്ട്, ഇനി അങ്ങോട്ട് കഴുകിയാൽ മതി. അതായത് നിയ്യത്തിന്റെ കഴുകപ്പെടുന്ന ആദ്യ ഭാഗത്തോട് നിയ്യത്ത് അന്വരിച്ചാൽ മതിയല്ലോ, പിന്നീട് നിയ്യത്ത് വേണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ കഴുകലിനെ ആരംഭിച്ചതിന് ശേഷം പിന്നീട് അശ്രദ്ധനൊക്കെ ആയി പിന്നെ വീണ്ടും കഴുകാൻ ഉദ്ദേശിച്ച് കഴുകിയാൽ മതി, പിന്നെ പ്രത്യേകിച്ച് നിയ്യത്ത് വെക്കേണ്ടതില്ല. വലൗ നവാ റഫ്അൽ ജനാബത്തി, ജനാബത്ത് ഉയർത്തലിനെ ഒരാൾ കരുതിയാൽ വഗസല ബഅദൽ ബദനി, എന്നിട്ട് ശരീരത്തിന്റെ അല്പഭാഗം കഴുകി. സുമ്മ നാമ, എന്നിട്ട് പോയി ഉറങ്ങി. ഫസ്തൈഖള, എന്നിട്ട് എഴുന്നേറ്റു. വ അറാദ ഗസ്ലൽ ബാക്കി, ബാക്കി ഭാഗം കഴുകാൻ ഉദ്ദേശിച്ചാൽ ലം യഹ്തജ് ഇലാ ഇആദത്തി നിയ്യത്തി, നിയ്യത്ത് മടക്കലിലേക്ക് ആവശ്യമില്ല. ആദ്യത്തെ ഭാഗത്തോട് കഴുകിയതുകൊണ്ട്, ആദ്യത്തെ ഭാഗത്തോട് നിയ്യത്ത് അന്വരിച്ചതുകൊണ്ട് അത് മതിയാകുന്നതാണ്. നിയ്യത്തിനെ ഇനി മടക്കേണ്ടതില്ല. തൽക്കാലം ഇന്ന് ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. അല്പം ക്ഷീണമുണ്ട്, ശബ്ദത്തിനൊക്കെ ഒരു ഇടങ്ങാറും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഏതായാലും തൽക്കാലം ഇൻഷാ അല്ലാഹ് രണ്ടാമത്തെ ഫർള് നാളെ നമുക്ക് നോക്കാം. പിന്നീട് ബാക്കി ഭാഗം കഴുകിയാൽ പോരാ. ഓക്കെ, അതെ, ബാക്കി കഴിയാൽ മതി. പിന്നീട് ബാക്കി ഭാഗം കഴുകിയാൽ പോരാ മതി. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മൈക്കിലേക്ക് വന്ന് ചോദിച്ച് നമുക്ക് പിരിയാം. അള്ളാഹു നമുക്ക് നല്ലത് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് മൈക്കിലേക്ക് വരിക. നാളെ വ്യാഴാഴ്ച ഉണ്ടാവില്ല. ഇൻഷാ അല്ലാഹ് വരുന്ന ഞായറാഴ്ചയോ ശനിയാഴ്ചയോ ക്ലാസ് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. പല കാരണങ്ങളാലും മുടങ്ങാണ്. ഏതായാലും മുടങ്ങാതിരിക്കാനും ദുആ ചെയ്യുമെന്ന് അറിയിക്കാം. ബക്കറ്റിൽ നിന്ന് കുളിക്കുമ്പോൾ തെറിച്ചാൽ പ്രശ്നമുണ്ടോ? ബക്കറ്റിൽ നിന്ന് കുളിക്കുമ്പോൾ തെറിച്ചാൽ പ്രശ്നം തന്നെയാണ്. നമ്മൾ കുളിയുടെ ഭാഗത്ത്, നമ്മൾ ആദ്യ ഭാഗത്ത് മുസ്താമൽ പറയുമ്പോൾ പറഞ്ഞൊരു ഭാഗമാണ്. ഏതായാലും സാന്ദർഭികമായി ഒന്നുകൂടി പറയാം. അതായത് നമ്മൾ ബക്കറ്റിൽ നിന്ന് കുളിക്കുമ്പോൾ ഫർലായ കുളി, അതായത് ആദ്യ ഭാഗം നമ്മൾ ഒരു ഭാഗത്ത് ഒഴിക്കുമ്പോഴാണ് ഫർലായ കുളി വരിക. പിന്നീട് ആ ഭാഗത്ത് വരുന്നത് ഫർലല്ല. അതായത് തലയിലേക്ക് നമ്മൾ നിയ്യത്തും വെച്ച് ആദ്യം ഒരു വെള്ളം ഒഴിച്ചു, പിന്നീട് വെള്ളം ഒഴിക്കുമ്പോൾ അത് ഫർലിൽ പെട്ടോളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഫർലായ ഭാഗം ഫർള് കഴുകിയ വെള്ളമാണ് തെറിച്ചതെങ്കിൽ, ബക്കറ്റിലേക്ക് തെറിച്ചതെങ്കിൽ, ആ തെറിച്ച അത്ര മുന്തിരിച്ചാറ്, വളരെ സിമ്പിളായി ഞാൻ പറയാണ്, മുന്തിരിച്ചാറ് തെറിച്ചാൽ ആ വെള്ളത്തിന് നിറം മാറുമോ, രുചി മാറുമോ? എങ്കിൽ നിറം മാറുമെങ്കിൽ ഈ തെറിച്ച ബക്കറ്റിൽ തെറിച്ചത് കൊണ്ട് നമുക്ക് വുളൂ ചെയ്യാൻ പറ്റൂല. മനസ്സിലാക്കണേ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എന്നാലൊന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താണ്. ബക്കറ്റിൽ നിന്ന് കുളിക്കുമ്പോൾ തെറിച്ചാൽ പ്രശ്നമുണ്ടോ? പ്രശ്നമുള്ളതും ഇല്ലാത്തതും വരും. ചില ആളുകൾ വെറുതെ വസ്വാസാക്കുന്നുണ്ടോ? ആദ്യ കുളി, അതായത് വുളൂയിലെ കുളിയുടെ ആദ്യ ഫർളായ ഭാഗങ്ങളിൽ കുളിക്ക് വേണ്ടി ആദ്യം വെള്ളം ഒഴിക്കുമ്പോൾ ശരീരത്തിന് എല്ലാ ഭാഗത്തും വെള്ളം എത്തിയെങ്കിൽ പിന്നീട് പിന്നീട് തെറിക്കുന്ന വെള്ളം കൊണ്ട് പ്രശ്നം വരില്ല. കാരണം ആദ്യത്തേത് ഫർദിൽ അങ്ങ് പെട്ടുപോയി, പിന്നീടുള്ള സുന്നത്തായ കുളികളാണ്. ഇനി ആദ്യത്തിന് തന്നെയാണ് തെറിച്ചതെങ്കിൽ ആ തെറിച്ച വെള്ളത്തിന്റെ തോതനുസരിച്ച് മുന്തിരിച്ചാറ് നമ്മൾ ഒഴിക്കുകയാണെങ്കിൽ, ഒരു സാങ്കല്പികമായൊരു കണക്കാണ്, മുന്തിരിച്ചാറ് ഒഴിക്കുകയാണെങ്കിൽ ഈ വെള്ളത്തിന് നിറം മാറോ ഇല്ലേ? മാറുമെന്നാണ് വെക്കുന്നതെങ്കിൽ ഈ വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല. മാറൂല എന്നാണോ? എന്നാൽ കുഴപ്പവുമില്ല. ആ ഭാഗം ഒന്നുകൂടി വിശദമായത് മുസ്താമൽ എന്ന് പറഞ്ഞ ആദ്യ ഭാഗത്തുള്ള ക്ലാസ്സുകളിൽ ഉണ്ടാകും. ഒന്ന് പ്രിയപ്പെട്ട സുഹൃത്ത് ബഹുമാനപ്പെട്ട അബ്ദുൽ തോട്ടക്കാട് സുന്നി ഗാലറിയിൽ ഉണ്ട് എന്നാണ് എന്റെ ഓർമ്മ, അല്ലെങ്കിൽ യൂട്യൂബിലും കിട്ടുന്നുണ്ടെന്ന് ഏതോ ഒരു സുഹൃത്ത് തന്നെ വിളിച്ച് അറിയിച്ചിരുന്നു. ഉണ്ടാകുമെന്ന് തന്നെ മനസ്സിലാക്കുന്നത് കൊണ്ട് അതൊന്ന്
കേട്ട് കൂടുതൽ മനസ്സിലാക്കണമെന്ന് പ്രിയപ്പെട്ട സുഹൃത്തിനോട് അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അത് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ മറ്റൊരു സന്ദർഭങ്ങളിൽ വേണമെങ്കിൽ ഒന്നുകൂടി വിശദീകരിക്കുകയും ചെയ്യാം. ഞാൻ എന്റെ സുഹൃത്തുക്കളോട് അന്നേ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് PM ചെയ്താൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതായത് ഞാൻ അന്ന് പറഞ്ഞല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ള, പേസ്റ്റ് ചെയ്യാനും കട്ട് ചെയ്യാനുള്ള ലാപ്ടോപ്പിലെ കീ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അത് ഇടങ്ങാറായിട്ടുണ്ട്. മൗസാണെങ്കിൽ ഉള്ളത് വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നീട് അത് കൂടുതൽ ചിന്തിക്കാൻ പറ്റാത്തതുകൊണ്ട് ചിന്തിച്ചിട്ടില്ല, അത്രേ ഉള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ടെക്സ്റ്റ് PM ചെയ്താൽ എല്ലാം ഞാൻ കണ്ടോളണമെന്നില്ല, കണ്ടതിന് ഇൻഷാ അല്ലാഹ് മറുപടി പറയാം. ഉസ്താദെ, ഒരാൾ നിയ്യത്തോടെ കൈ കഴുകിയാൽ പിന്നെ നഖം വെട്ടാൻ പറ്റുമോ? വെട്ടുന്നതിന് കുഴപ്പമില്ല, അതായത് ജനാബത്ത് ഉയരുക എന്നുള്ള പ്രശ്നം വരില്ല. പക്ഷെ അത് നേരെ അതായത് അല്ലെങ്കിലും നഖം വെട്ടുന്നത് ഹറാമൊന്നും അല്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ആരോ സുഹൃത്ത് ചോദിച്ചിട്ടുണ്ട്, അത് ആരോ ഇപ്പുറത്തൊരു സുഹൃത്ത് ചോദിച്ചിട്ടുണ്ട്, നഖം മുടിയൊക്കെ ജനാബത്ത് കുളിക്കാതെ എടുക്കാൻ പറ്റുമോ? എടുക്കാതിരിക്കലാണ് നല്ലത്. അത് ഈ ക്ലാസ് തന്നെ ഒരിക്കൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നഖം മുടിയും നീക്കാതിരിക്കലാണ് നല്ലത്. നീക്കൽ ഹറാമാണെന്നൊന്നും പറഞ്ഞുകൂടാ, നീക്കാതിരിക്കലാണ് നല്ലത്. അത്രേ നമ്മുടെ കിതാബുകൾ നമുക്ക് മനസ്സിലാകുന്നുള്ളൂ. അപ്പൊ ആ നിലക്ക് ഇനി നിയ്യത്തോടുകൂടി കൈ കഴുകിയാൽ പിന്നെ നഖം വെട്ടുന്നതിന് കുഴപ്പം വരാൻ വകുപ്പില്ല. കാരണം ആ ഭാഗത്തിലെ ജനാബത്ത് നീങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്, അല്ലെ? നഖം മുടിയൊക്കെ ജനാബത്ത് കുളിക്കാതെ, അതെ. ആ കേലിന്റെ ഉത്തരം ക്ലിയർ ആയിട്ടില്ലേ? കേലിന് ഉത്തരം മനസ്സിലായിട്ടുണ്ടല്ലേ? അതെ, കൂടി വന്നാൽ കറാഹത്ത് വരും, അങ്ങനെയും കൃത്യമായി കാണുന്നില്ല. ഏതായാലും നഖം മുടിയൊക്കെ ജനാബത്തുകാരൻ നീക്കാതിരിക്കലാണ് വേണ്ടത്. നീക്കിയാൽ ഹറാമ് എന്നൊന്നും പറയാൻ വകുപ്പില്ല. ഏതായാലും നല്ല ഏർപ്പാടല്ല, അങ്ങനെ തന്നെയാണ് കിതാബുകളൊക്കെ പറയുന്നത്. അപ്പൊ നിയ്യത്തോടെ കഴുകി പിന്നെ മുറിക്കൂ. അബ്ദുല്ലാ തുനൂറൈവത് കൂടുതൽ പറയുന്നുണ്ട്. ഏതായാലും ഏറ്റവും നല്ലത് എല്ലാം കഴിഞ്ഞതിന് ശേഷം തന്നെ ആവലാണ്. വേറെ ആരും ടെക്സ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഓക്കെ, ഏതായാലും ഇൻഷാ അല്ലാഹ് മൈക്കിലേക്ക് ആരെങ്കിലും വരുന്നുണ്ടോ? മൈക്കിലേക്ക് ആരെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ഒന്ന് വന്നാൽ. KL14 കാസർഗോഡ്. എടുത്താൽ അത് കഴുകണോ? അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. അബ്ദുല്ലാ തൊണ്ണൂറ്, അതായത് അഥവാ ഒരാൾ നഖവും മുടിയും ഒക്കെ വെട്ടിപ്പോയി എടുത്തുപോയി എന്നാ പിന്നെ അത് കഴുകണോ? അതിൽ പ്രത്യേകിച്ച് കഴമ്പൊന്നുമില്ല എന്നാണ് മനസ്സിലാകുന്നത്. അത് പ്രത്യേകിച്ച് കഴുകുന്നതുകൊണ്ട് പ്രത്യേകമായി നഫൊന്നുമില്ല. അത് എടുത്ത് വേഗം കുഴിച്ചിടുക, എവിടെയും വെക്കരുത്, കുഴിച്ചിടണം. നഖം കുഴിച്ചിടൽ സുന്നത്താണ്. ഇപ്പൊ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം മുടിയും നഖവും ഒക്കെ കുഴിച്ചിടൽ സുന്നത്താണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുക. സുന്നത്തല്ല, മറന്നുപോയി, തെറ്റിപ്പോയി. സഹോദരിമാർക്ക് നഖവും മുടിയും ഒക്കെ കുഴിച്ചിടൽ നിർബന്ധമാണ്. കാരണം അവരുടെ ശരീരത്തിന്റെ മുഴുഭാഗവും മറ്റുള്ളവർക്ക് മുന്നിൽ ഔറത്തായതുകൊണ്ട് തന്നെ. അതേസമയത്ത് സഹോദരങ്ങൾക്ക് നഖം കുഴിച്ചിടൽ സുന്നത്താണ്, ഗുഹ്യരോമം കുഴിച്ചിടൽ നിർബന്ധമാണെന്നൊക്കെ അഭിപ്രായങ്ങൾ കാണാം. ഏതായാലും ആരും മൈക്കിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നില്ല. ജനാബത്തുകാരൻ നീക്കുന്ന ഭാഗം അതായത് ജനാബത്തുകാരൻ, അതെ, മറ്റേ സഹോദരൻ ചോദിച്ച മറ്റൊരു ചോദ്യമാണ്. ജനാബത്തുകാരൻ നീക്കുന്ന ഭാഗം അത് അന്ത്യനാളിൽ അസഹമായ ദുർഗന്ധം വമിക്കുന്നതായി അവന്റെ അടുത്ത് വരുമെന്ന് പറയുന്നുണ്ട്, ശരിയാണോ? ഈ സ്ഥലം പറഞ്ഞെടുത്ത് ഫത്ഹുൽ മുഈനിൽ കാണാം. അത് കാരണം ആഖിറത്തിൽ അത് ജനാബത്തുകാരനായി വരും എന്നതാണ്. അതിന്റെ കൃത്യമായ ആശയം എന്താണെന്ന് അറിയില്ല. ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം. അല്ലാഹു അഅലം വറസൂലുഹു. ബഹുമാനപ്പെട്ട ഫത്ഹുൽ മുഈനിൽ ഈ വിഷയം പറഞ്ഞെടുത്തത് പറയുന്ന അങ്ങനെ തന്നെയാണ്. അതായത് ജനാബത്തുകാരൻ ഇങ്ങനെ മുടിയും മറ്റൊന്നും ജനാബത്ത് നീക്കുന്നതിന് മുമ്പ് നീക്കരുത്. നീക്കിയാൽ കാരണം ലിയന്നഹു യഊദു, ആഖിറത്തിൽ അത് അശുദ്ധിയുള്ളതായി കടന്നു വരും. അതുകൊണ്ടാണ് അങ്ങനെ നീക്കണ്ട എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഓതുന്ന ഭാഗത്തത് വരും എന്ന് മനസ്സിലാക്കുകയാണ്. യുറദ്ദു ഫിൽ ആഖിറത്തി ജുനുബൻ, ജനാബത്തുകാരനായി ആഖിറത്തിൽ അത് വരപ്പെടും എന്നതുകൊണ്ട് അങ്ങനെ നീക്കരുത് എന്നാണ് പറഞ്ഞിട്ട് കാണുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ചത് അങ്ങനെ തന്നെ മനസ്സിലാക്കുക. അതിന്റെ കൃത്യമായ എന്താണോ അതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. കൃത്യമായി ദുർഗന്ധം വമിക്കുമോ എന്നോ അറിയില്ല. ഇനി ഒരുപക്ഷെ അങ്ങനെയും ആവാം. ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് ഇങ്ങനെയാണ്, ജുനുബൻ, അത് ആഖിറത്തിൽ ജനാബത്തുകാരനായി മടക്കപ്പെടുന്നതാണ്. ഇൻഷാ അല്ലാഹ് നമുക്കത് കൃത്യമായി ഇവിടെ തന്നെ ഫത്ഹുൽ മുഈൻ തന്നെ വരുന്നുണ്ട്. ആ ഭാഗത്ത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യാം എന്നറിയിക്കുകയാണ്. ജനാബത്തോടെ നാളെ ഖിയാമത്ത് നാളിൽ മടക്കപ്പെടും. അതെ, അബ്ദുല്ലാ തുനൂറൈബ് അവിടെ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ. വേറെ എന്തെങ്കിലും സഹോദരങ്ങൾക്ക് ചോദിക്കാനോ മറ്റോ ഉണ്ടെങ്കിൽ മൈക്കിലേക്ക് വരിക, അല്ലെങ്കിൽ ഞാൻ വിരമിക്കുകയാണ്. ഏതായാലും വിരമിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല
നല്ലത് പറയാനും അത് കേൾക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമുറാഹിമായ റബ്ബ് നാം അനുഭവിക്കുന്ന രോഗങ്ങൾക്ക്, പ്രയാസങ്ങൾക്ക് പരിഹാരം നൽകുമാറാവട്ടെ. രോഗങ്ങൾക്ക് ശിഫാ തന്നനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, സന്താനങ്ങൾ, ശിഷ്യന്മാർ, നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മോട് ദുആയിലേൽപ്പിച്ചവർ, അള്ളാഹു അവർക്കും നമുക്കും അനുഭവിക്കുന്ന രോഗങ്ങൾക്ക് ശിഫാ നൽകുമാറാവട്ടെ. മാറാവ്യാധികളെ തൊട്ടും അപകടങ്ങളെ തൊട്ടും ഭയാനകമായ രോഗങ്ങളെ തൊട്ടും അള്ളാഹു നമ്മയും അവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ജീവിക്കൽ ഖൈറാവുന്ന കാലത്തോളം ആഫിയത്തോടെ ജീവിക്കാൻ അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിക്കൽ ഖൈറാവുന്ന കാലത്തോളം ആഫിയത്തോടെ അള്ളാഹുവിന്റെ ത്വാഅത്തിലായി ജീവിക്കാൻ അള്ളാഹു നമ്മെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും നമ്മുടെ സുഹൃത്തുക്കളെയും വിശിഷ്യ നമ്മുടെ KCR-ലെ സുഹൃത്തുക്കൾ